ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരും പഠിച്ച് പ്രിപ്പയറായി എക്സാം എഴുതാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റായിട്ടിരിക്കുന്നവരായിരിക്കും. സോ നമ്മുടെ പഠിക്കേണ്ട ടൈം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുത്തിട്ട് എക്സാമിന് എഴുതുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രമേ നമുക്കിത് ചെയ്യാനുള്ളൂ. കാരണം അതിനുള്ള ടൈമേ ഉള്ളൂ. ഇനി നമുക്കൊരു 10 ഡേയ്സ് മാത്രമേ എക്സാമിന് ബാക്കിയുള്ളൂ. സോ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ CMA ഇൻ്ററിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്ന തിയറി സബ്ജക്റ്റ് ഓൾമോസ്റ്റ് നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ റിവൈസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഒരു പ്രോപ്പർ റിവിഷൻ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കാരണം ഇത് റെഗുലർ ക്ലാസ്സിനെ പോലെ നമുക്ക് കംപ്ലീറ്റ് എടുത്തു പോകാൻ പറ്റില്ല, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഈ ഒരു ക്ലാസ്സിലോട്ട്, അതായത് നമ്മുടെ മെയിൻ കണ്ടൻസിലോട്ട് കടക്കുന്നതിന് മുന്നേ എക്സാം പ്രസൻറ്റ് ചെയ്യേണ്ട കുറച്ച് രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പം പറയാൻ കാരണം, കഴിഞ്ഞ കുറേ തവണകളായിട്ട് സ്റ്റുഡൻസ് നേരിടുന്നൊരു പ്രശ്നമാണ്. ഓൾമോസ്റ്റ് ഇവരെല്ലാം പഠിച്ചുകൊണ്ട് പോകും, എക്സാമിന് എഴുതുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും നമുക്ക് നല്ല മാർക്ക് കിട്ടും, എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ മാർക്ക് വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്കിനേക്കാളും ഒരുപാട് ലോ ആയിരിക്കും നമ്മുടെ മാർക്ക്. അപ്പോൾ ഇത് ഒട്ടുമിക്ക സ്റ്റുഡൻസ് നേരിടുന്നൊരു പ്രശ്നമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പ്രസൻറ്റേഷനാണ്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും, പക്ഷേ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി വളരെ മോശമായിരിക്കും. അതായത് അതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് വൈസ് ആൻസർ പ്രസൻറ്റേഷൻ ചെയ്യും. പോയിന്റ് വൈസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത് ചെറിയ കാര്യമല്ല. ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ വിട്ടുപോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്കിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഒന്ന്, പോയിന്റ് വൈസ് ആൻസർ പ്രസൻറ്റേഷൻ. അതായത് ഇപ്പം നിങ്ങൾക്ക് 7 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് പലരും എന്ത് ചെയ്യും, ഇതിങ്ങനെ നിരത്തി ഒരു 2 പേജിനകത്ത് ആൻസേഴ്സ് ഫുൾ എഴുതി വെക്കും. കൂടുതലും ഇത് ഫസ്റ്റ് ടൈമൊക്കെ എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്കാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഇത് നമ്മുടെ നോർമൽ ഒരു ഡിഗ്രി എക്സാമോ ഒന്നുമല്ല, നമ്മൾ ചുമ്മാ തള്ളി കയറ്റിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സിന് മാത്രമേ മാർക്ക് കിട്ടൂ. നിങ്ങൾ ചുമ്മാതെ എത്ര ഇനി ഗ്യാസ് കയറ്റി എഴുതിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. ഇതൊരു പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ടും അത്രത്തോളം നല്ല രീതിയിൽ വാല്യൂ ചെയ്തു വരുന്നൊരു പേപ്പറാണ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, പോയിന്റ് വൈസിൽ ആൻസേഴ്സ് എഴുതുക. വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എഴുതുക. അനാവശ്യമായിട്ട് വീണ്ടും റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും ആഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്, നമ്മൾ നമ്മുടെ ബുക്ക്ലെറ്റ് ഇതാണ്, അതായത് നമ്മൾ ആൻസർ എഴുതേണ്ട ബുക്ക്ലെറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ ഇവിടെ ആയിരിക്കും ഒരു കോളം തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മാക്സിമം അവിടെ തന്നെ, ഇപ്പോൾ 2A ആണെന്നുണ്ടെങ്കിൽ 2A ഇങ്ങനെ എഴുതുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ആൻസേഴ്സ് ഇവിടെ പോയിന്റ് വൈസ് ആയിട്ട് ഇങ്ങനെ എഴുതുക. അല്ലാതെ വെറുതെ ഇവിടെ സൈഡിൽ 1 അല്ലെങ്കിൽ 2 എഴുതി മാർജിനൊക്കെ വരച്ച് ഇവിടെ 3 എഴുതി അങ്ങനെ ടോട്ടലി നിങ്ങൾ അലങ്കോലമാക്കാതെ, ഇപ്പോൾ 2A ആണ് ഇവിടെ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പേജിൽ 2Aയുടെ ആൻസർ മാത്രം എഴുതുക. കാരണം നമുക്ക് എന്താ, ബുക്ക്ലെറ്റ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 2A ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ എന്ത് എഴുതുക, 2ൻ്റെ B എഴുതുക. പിന്നെ അടുത്ത പേജിൽ 2ൻ്റെ C എഴുതുക, അല്ലെങ്കിൽ 3ൻ്റെ A എഴുതുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, ആ ഒരു പേജിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാകുമ്പം വാല്യൂ ചെയ്യുന്ന ആൾക്കും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഈ കാര്യങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓൾമോസ്റ്റ് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത ആൾക്കാരുടെ പേപ്പറൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അവരെല്ലാം ഈ ഒരു രീതിയിലൊക്കെയാണ് ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രോപ്പറായി മാറ്റുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കുക മാത്രം ചെയ്യാതെ എങ്ങനെ നമ്മൾ ആൻസർ പ്രോപ്പറായിട്ട് എഴുതാം എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ അതേപോലെ വേറൊരു കാര്യം, നിങ്ങൾ കീവേഡ്സ് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മെയിൻ ആയിട്ടുള്ള ചില ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ചില കീവേഡ്സുകളുണ്ട്, അപ്പം അതൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സിൽ യൂസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ എഴുതാതെ ഇപ്പോൾ അവർ തരുന്ന ആ ഒരു മോഡൽ അതേ രീതിയിൽ തന്നെ മാക്സിമം പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതിനാണ് വാലിഡായിട്ട് മാർക്ക് വീഴുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. അപ്പം അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമുക്ക് 4 മെയിൻ മൊഡ്യൂൾസ് പോലെയാണ് പഠിക്കാനുള്ളത്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ലോസ്, അതായത് 30% മാർക്ക് വെയിറ്റേജ് ഉള്ളൊരു പോർഷനാണിത്. സെക്കൻഡ് നമുക്ക് വരുന്നത് ഇൻഡസ്ട്രിയൽ ലോസ്, ഇതിന് 15% ആണ് മാർക്ക് വെയിറ്റേജ്. തേർഡ് നമുക്ക് വരുന്നത്
കമ്പനി ലോ ഇതിന് 40% ആണ് മാർക്ക് വെയിറ്റേജ്. ഫോർത്ത് നമുക്ക് വരുന്നത് എത്തിക്സ്, ഇതിനും 50% ആണ് വെയിറ്റേജ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ 100% വെയിറ്റേജിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓൾമോസ്റ്റ് ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളപ്പോൾ പഠിക്കേണ്ട ഏതാണ്? കമ്പനി ലോ ആണ്. കമ്പനി ലോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് പോകാതെ തന്നെ ഇരിക്കുക. കാരണം നിങ്ങൾക്ക് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും കമ്പനി ലോയിൽ നിന്നായിരിക്കും വരുന്നത്. മാക്സിമം കമ്പനി ലോയിലെ ഈ പോർഷൻസ്, ഞാൻ ഈ പറയുന്ന പോർഷൻസ്, അതായത് ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഈ ഭാഗങ്ങൾ, ഈ ഏരിയാസ് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഡയറക്ടേഴ്സിൻ്റെയോ ഓഡിറ്റേഴ്സിൻ്റെയോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യരുത് കമ്പനി ലോയിൽ. പിന്നെ എത്തിക്സ്. എത്തിക്സ് നിങ്ങൾക്കറിയാം ചെറിയൊരു പോർഷനാണ്, ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ പഠിക്കാനില്ല. അപ്പം എത്തിക്സിൽ നിങ്ങൾ ഒന്ന് ഇരുന്ന് ടൈം കളഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളൊരു 2 ദിവസം, 2 ദിവസമൊന്നും വേണ്ട, ഒരു 5-6 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന, വേണമെങ്കിൽ കാണാതെ വരെ പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. ഞാൻ അങ്ങനെ പഠിക്കണമെന്ന് പറയത്തില്ല, കാര്യം മനസ്സിലാക്കി പഠിക്കുന്നതാണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് എത്തിക്സ്. ഇവിടെ നിന്ന് 15% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്? 55% അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 പോർഷൻസും, എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഒരു പോർഷനാണ്, അവിടെ നിങ്ങൾക്ക് 15%ആണ് വെയിറ്റേജ്. ഇൻഡസ്ട്രിയൽ ലോസ് നിങ്ങൾക്കറിയാം, നല്ല അത്യാവശ്യം ലെങ്തി പോർഷൻ തന്നെയാണ്, അവിടെയും 15%ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇൻഡസ്ട്രിയൽ ലോസ് ഫുള്ള് പഠിക്കുന്നതിലും കുറച്ചുകൂടെ നല്ലത് നിങ്ങൾക്ക് എത്തിക്സ് സ്കിപ്പ് ചെയ്യാതെ അത് പഠിച്ചുകൊണ്ട് പോകുന്നതാണ്. നമ്മൾ ഇപ്പം 8 സബ്ജക്റ്റൊക്കെ കണ്ടിന്യൂസ് എഴുതുന്നവരാണെങ്കിൽ, അതായത് ബോത്ത് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക? സ്മാർട്ട് സ്റ്റഡി പ്ലാൻ, ഇപ്പോൾ ഈ അറ്റംപ്റ്റ് അല്ല, ഇനി വരുന്ന അറ്റംപ്റ്റുകളിലാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അതായത് വെയിറ്റേജ് കൂടുതലുള്ള പോർഷൻ പഠിച്ചുകൊണ്ട് പോവുക. ഇപ്പോൾ 8 സബ്ജക്റ്റൊക്കെ എഴുതുന്നവർക്ക് എന്തായിരിക്കും? കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അവരെന്ത് ചെയ്തിട്ടാണ് പാസ്സാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെയിറ്റേജ് നോക്കി പഠിച്ചുകൊണ്ട് പോകും. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന പോർഷൻസ് പഠിച്ചുകൊണ്ട് പോവുക, മാർക്ക് സ്കോർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ 30% ഉണ്ട്, ഇവിടെ 40% ഉണ്ട്, ഇവിടെ 15% ഉണ്ട്. ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആയി? 85% ഇവിടെ തന്നെ ആയി. നിങ്ങൾക്ക് ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരും. അതിനകത്ത് 10 എണ്ണം മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 2 എണ്ണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. വേണമെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ ലോസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാലും, അത്യാവശ്യം ലെങ്തി പോർഷനാണ്, അത് പഠിക്കാൻ പറ്റുന്നവർക്ക് പഠിക്കാം. സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം 2 ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് എന്തായാലും വരും. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് ഈ 10 എണ്ണം എഴുതിയാൽ മതി. 10 എണ്ണം അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? സെയിം 70 മാർക്ക് തന്നെ കിട്ടും. 2 എണ്ണം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഈ 70 മാർക്കിനകത്ത്, ഈ 10 എണ്ണത്തിനകത്ത് നിങ്ങൾക്ക് ഒരു 6 എണ്ണേ അറിയാവൂ എന്ന് വെച്ചോ. അപ്പം തന്നെ നിങ്ങൾക്ക് 42 മാർക്ക് കിട്ടി. 42 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഓക്കെ ആയി. പിന്നെ നിങ്ങൾക്ക് 30 മാർക്ക് MCQ കിടപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അല്ലാതെ എല്ലാം കൂടെ നമ്മൾ പഠിച്ചുകൊണ്ട് പോയിട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം അരയും മുറിയൊക്കെ എഴുതുന്നതിലും പകരം പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം, സെക്ഷൻസ് എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സെക്ഷൻസ് എഴുതണമെന്ന് നിർബന്ധമില്ല, പക്ഷേ സെക്ഷൻസ് എഴുതുവാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിരിക്കണം. അല്ലാതെ സെക്ഷൻസ് എഴുതിയിട്ട് ഒരു കാര്യം, എന്തോ കാര്യം ചോദിച്ചു, ബൈബാക്ക് എന്ന് പറയുന്നത് ചോദിച്ചു, ബൈബാക്കിൻ്റെ സെക്ഷൻ എഴുതാനുള്ളതിന് അവിടെ ബോണസിൻ്റെ സെക്ഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് എഴുതിയ സർവ്വ ആൻസറും അവിടെ തെറ്റാണ്. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ ഇവിടുത്തെ മാർക്ക് ഇടാതിരിക്കാം. സോ അതുകൊണ്ട് അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഒരു കാരണവശാലും, സെക്ഷൻ എഴുതുവാണെങ്കിൽ പ്രോപ്പറായിട്ട് കറക്റ്റ് സെക്ഷൻ തന്നെ എഴുതുക, അല്ലെങ്കിൽ പിന്നെ എഴുതാൻ നിൽക്കരുത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, അതായത് നമുക്ക് ഒരുപാട് ടൈം ഇല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റൂല, എങ്കിലും നമ്മൾ അത്യാവശ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള നമ്മുടെ കമ്പനി ലോയാണ്. ഓക്കെ, കമ്പനി ലോ എടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? MCQന് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. MCQനൊരു 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 24 മാർക്ക് അവിടെ തന്നെ ആയി.
പിന്നെ നിങ്ങൾക്ക് ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ കറക്റ്റാക്കി കഴിഞ്ഞാൽ ആ 24 35 കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു 15 മാർക്ക്. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സംഷൻ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. അല്ലാതെ നമ്മളിപ്പം ഈ 400-500 പേജുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകാൻ എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഇപ്പം ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർക്ക് നല്ല പാടുള്ളൊരു കേസ് തന്നെയാണ്. കാരണം കണ്ടിന്യൂസ് ആണ് എക്സാം. അത്രയും നമ്മളെ കൊണ്ട് ഓർത്തിരിക്കാനും പറ്റൂല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റേജ് അനുസരിച്ച് പഠിച്ച് സെറ്റായിട്ട് പോവുക. ഓക്കെ, അപ്പം നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഓൾറെഡി ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നോക്കിക്കോ. ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്ത് കളയാം. നോക്കിക്കോ. അപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ കമ്പനീസ് ആക്ടിൽ നിന്നാണ്. കമ്പനീസ് ആക്ട് 2013 ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിനി കമ്പനി എന്താണെന്നൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. ഓക്കെ, ഫസ്റ്റ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ ഇതിന് മുന്നേ ഉള്ള കമ്പനി ലോ പ്രകാരമോ രജിസ്റ്റർ ചെയ്ത എന്താണ് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ കമ്പനിക്ക് സർട്ടൺ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതായത് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നാച്ചുറൽ പേഴ്സൺ ആണല്ലോ. അതേപോലെ കമ്പനി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. അതായത് സെപ്പറേറ്റ് ലീഗൽ ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിന് അതിൻ്റെതായ കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ് കമ്പനി എന്ന് പറയുന്നത്. അതായത് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് എ ലിമിറ്റഡ് കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ ഈസ് ലിമിറ്റഡ് ടു ദ. അതായത് ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ, അതായത് ഷെയർസ് ആണ് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ എത്ര എക്സ്റ്റെൻറ്റിലാണോ നമ്മൾ ഷെയർസ് ഹോൾഡ് ചെയ്തേക്കുന്നത് ആ എക്സ്റ്റെൻറ്റിലായിരിക്കും നമുക്ക് ആ കമ്പനിയുടെ ലയബിലിറ്റി വരിക എന്നുള്ളത്. ഇനി പെർപ്പച്വൽ സക്സഷൻ, അതായത് കമ്പനി എന്താണ്? നമ്മൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കമ്പനി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് വൈൻഡിങ് അപ്പ് വരെ എന്ത് ചെയ്യണം? കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പം മെമ്പേഴ്സ്, അതായത് തുടങ്ങിയത് ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം കമ്പനിയിൽ നിന്ന് പോവുകയോ വരുമോ അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ കമ്പനി എന്ത് ചെയ്യും? വൈൻഡിങ് അപ്പ് വരെ കമ്പനി മുന്നോട്ട് പോയേ പറ്റൂ. പിന്നെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി, അതായത് കമ്പനിക്ക് എന്താണ്? കമ്പനി ഹാസ് റൈറ്റ് ടു അക്വയർ, അതായത് കമ്പനിക്ക് കമ്പനിയുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങാനും വിൽക്കാനും ഉള്ള അധികാരമുണ്ട്. ഓക്കെ, കമ്പനിയുടേതായ സീലുണ്ട്. കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ മീൻസ് പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല, അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അവർക്ക് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. കമ്പനീസ് നമുക്ക് മെയിൻലി 2 തരമാണ് പഠിക്കാനുള്ളത്. ഒന്ന് എന്താണ്? പ്രൈവറ്റ് കമ്പനി, അതേപോലെ തന്നെ പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും. ഈ പ്രൈവറ്റ് കമ്പനി തന്നെ നമുക്ക് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? സ്മോൾ കമ്പനീസും, അതായത് എ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് കമ്പനിയാണ് സ്മോൾ കമ്പനീസും, അതേപോലെ തന്നെ വൺ പേഴ്സൺ കമ്പനി. ഓക്കെ, ഇത് മറന്നു പോകരുത്. ഇത് ഇനി അങ്ങോട്ട് ഫുള്ള് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ആവശ്യമുള്ളതാണ്. ഇനി നോക്കിക്കോ, ലിസ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. അതായത് ഇതൊന്നുമല്ല പ്രത്യേകിച്ച്, അതായത് ഇപ്പം നമ്മുടെ കമ്പനി നമ്മളൊരു സെപ്പറേറ്റ് ലീഗൽ ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുകയാണ്, കമ്പനിയെ മുൻനിർത്തി ഞാൻ എന്തെങ്കിലും ഫ്രോഡൊക്കെ കാണിച്ചു, അതായത് കമ്പനി ഞാൻ തുടങ്ങിയിട്ടിട്ട് ഞാൻ എന്തെങ്കിലും ഫ്രോഡ് പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുവാണ്, ഓ കമ്പനി ഒരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ, അപ്പോൾ കമ്പനിക്കെതിരെ കേസ് പോകുന്ന കരുതിയിരുന്നു കഴിഞ്ഞാൽ, പക്ഷെ അങ്ങനല്ല. ലിസ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നൊരു പേഴ്സൺ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ABC എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും ഉടായ്പൊക്കെ കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് കുറേ കാശുണ്ടാക്കി കമ്പനിയുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. എന്ത് ചെയ്യും? കോടതി അല്ലെങ്കിൽ ട്രിബ്യൂണലിൽ നേരിട്ട് എന്ത് ചെയ്യും? എന്നെ കണ്ടുപിടിച്ച് ആരാണോ ഇത് കമ്പനിയുടെ നാശത്തിന് അല്ലെങ്കിൽ കമ്പനിയുടെ ലയബിലിറ്റിക്ക് അല്ലെങ്കിൽ ഡെപ്സിന് കാരണമായത് ആ ഞാൻ തന്നെ എന്ത് ചെയ്യണം? ഇതെല്ലാം തിരിച്ച് അടച്ചു തീർക്കണം. അല്ലെങ്കിൽ എനിക്കെതിരെ ആയിരിക്കും എന്ത് വരുന്നത്? കേസ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നമ്മുടെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇനി താഴെ, സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് കോർട്ട് പണിഷ് എ പേഴ്സൺ ഹൂ ഡിഡ് അൺലോഫുൾ ആക്ട്സ് ഇൻ ദ നെയിം ഓഫ് കമ്പനി. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഞാനെന്ന പേഴ്സണെതിരെ, ഞാൻ കമ്പനി തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ചിട്ട് ആൾക്കാരെയൊക്കെ പറ്റിച്ച് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി, അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എനിക്കെതിരെ കേസ് വരുന്നത്? അതായത് കമ്പനിക്കെതിരെ വരാതെ
ഞാൻ എന്ന പേഴ്സണെതിരെ വരുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ. അതായത് ഞാൻ ഏതെങ്കിലും രീതിയിൽ ടാക്സ് വെട്ടിക്കാനോ ടാക്സ് ഒബ്ലിഗേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ, പിന്നെ എന്താണ്, കമ്പനി നമ്മൾ തുടങ്ങി ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പാകിസ്ഥാൻ ചാരനായിട്ട് ഒരു കമ്പനി വന്ന് ഇവിടെ തുടങ്ങിയിട്ട് ഇവിടുന്ന് കാര്യങ്ങൾ ചോർത്തി അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, എനിക്കെതിരെ കേസ് വരും. പിന്നെ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, ഞാൻ ഈ കമ്പനി തുടങ്ങിയിട്ട് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കമ്പനി തുടങ്ങി വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് വരും. പിന്നെ പബ്ലിക് പോളിസി, ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് അഥവാ എന്തെങ്കിലും പബ്ലിക്കിനെതിരെയായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആർക്കെതിരെ കേസ് വരുന്നത്, എനിക്കെതിരെ ആയിരിക്കും കേസ് വരുന്നത്. പിന്നെ എന്തെങ്കിലും ഇല്ലീഗാലിറ്റീസോ ആൾക്കാരെ പറ്റിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുവാണ് എന്നുണ്ടെങ്കിലും എനിക്കെതിരെ തന്നെ ആയിരിക്കും വരുന്നത്. അതേപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻസ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്തിട്ട് ബിസിനസ്സോ ആൾക്കാരെ പറ്റിച്ചോ അങ്ങനെ എന്തായാലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആർക്കെതിരെ കേസ് വരും, ഇത് സ്റ്റാർട്ട് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിനെതിരെ അല്ലെങ്കിൽ ഏത് പേഴ്സണാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ ആയിരിക്കും കേസ് വരുന്നത്. അതേപോലെ തന്നെ എന്തായിരിക്കും, അവരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് മാറ്റും. നമ്മൾ നേരത്തെ ലിമിറ്റഡ് ലയബിലിറ്റി പറഞ്ഞു. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി എന്താണ്, എത്രമാത്രം ഷെയർസ് ആണോ അവർ ഹോൾഡ് ചെയ്തേക്കുന്നത് ആ ഒരു എക്സ്റ്റെൻറ്റ് മാത്രമേ അവരുടെ ലയബിലിറ്റി കാണൂ. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം ബാധ്യത ഉണ്ടോ അതനുസരിച്ച് മാത്രം അവരെന്ത് ചെയ്താൽ മതി, വീട്ടിയാൽ മതി. പക്ഷേ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ ബാധ്യതയുണ്ടോ അത് നമ്മുടെ പേഴ്സണൽ സ്വത്ത് വിറ്റിട്ടായാലും നമ്മളത് തീർക്കേണ്ടി വരും. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി കൈൻഡ്സ് ഓഫ് കമ്പനി നമ്മളിവിടെ പറഞ്ഞു. ഏതൊക്കെ കമ്പനീസാണ് നമുക്കുള്ളത്, പബ്ലിക് കമ്പനീസും അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസും ഉണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസ് എന്താണ്, വൺ പേഴ്സൺ കമ്പനി ഉണ്ട്, സ്മാൾ കമ്പനി ഉണ്ട്. അത് എ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് കമ്പനിയാണ്. ഇനി നോക്കിക്കോ, ഇപ്പം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി അങ്ങ് ചാടിക്കയറി ചുമ്മാ തുടങ്ങാൻ പറ്റുമോ? ഇല്ല. എന്താണ് തുടങ്ങുന്നതിന് കാരണം നോക്കിക്കോ. പബ്ലിക് കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം എത്ര ആൾക്കാർ വേണം അവിടെ, മിനിമം 7 പേരെങ്കിലും വേണം. എന്തിന്, ഒരു പബ്ലിക് കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നെങ്കിൽ. ഇനി പ്രൈവറ്റ് കമ്പനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിനിമം എത്ര ആൾക്കാർ മതി, മിനിമം 2 പേര് മതി ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സ്മാൾ കമ്പനി ആണെന്നുണ്ടെങ്കിലോ, സ്മാൾ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരാൾ മതി. സോറി, സ്മാൾ കമ്പനി അല്ല, വൺ പേഴ്സൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരാൾ മതി. ഓക്കെ, വൺ പേഴ്സൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്ത് മതി, ഒരാൾ മതി വൺ പേഴ്സൺ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നോക്കിയോ, ഇനി നമ്മുടെ ഇൻകോർപ്പറേഷൻ അനുസരിച്ചിട്ട് കമ്പനീസിനെ വേറെ കുറേ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ ലയബിലിറ്റി അനുസരിച്ച് കമ്പനീസിന് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ലയബിലിറ്റി അനുസരിച്ചാണെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അതേപോലെ തന്നെ അൺലിമിറ്റഡ് കമ്പനി, 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഇതിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുകയായിരിക്കും. ആ എക്സ്റ്റെൻറ്റ് അനുസരിച്ച് അവർക്ക് ഡിവിഡൻറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ എവിടെ പഠിക്കും, ഇതിൻ്റെ എല്ലാം ജേണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനി അക്കൗണ്ട്സിൽ നമ്മൾ പഠിക്കും. ഇനി ഗ്യാരണ്ടി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഞാൻ പറയുവാണ്, അതായത് ഞാൻ നിങ്ങളുടെ കമ്പനിക്ക് 1,00,000 രൂപയുടെ ഗ്യാരണ്ടി തരാം. ഇൻ കേസ് എനിക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആ 1,00,000 രൂപ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റിലാക്കും. അൺലിമിറ്റഡ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് എക്സ്റ്റെൻറ്റ് വരെ, അതായത് എന്ത് പ്രശ്നം അല്ലെങ്കിൽ എന്ത് ലയബിലിറ്റി ആ കമ്പനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ നിന്നും ആ ഫുൾ എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ പേഴ്സണൽ സ്വത്ത് വിറ്റിട്ടായാലും നമ്മൾ എന്ത് ചെയ്യണം, ആ ബാധ്യതകൾ തീർക്കണം. ഇനി ഇൻകോർപ്പറേഷൻ അനുസരിച്ച് കമ്പനീസിനെ ദാണ്ടേ ഇത്രയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി, എക്സിസ്റ്റിംഗ് കമ്പനീസ്, അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. അതായത് സെക്ഷൻ 8 കമ്പനിയാണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്, അതായത് ലാഭത്തിന് വേണ്ടി നിൽക്കുന്ന കമ്പനി അല്ലത്. ഗവൺമെൻറ് കമ്പനീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് 51% അതിൻ്റെ പകുതിയിൽ കൂടുതൽ ഷെയർ ഒന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരോടെ ചേർന്നിട്ട് 51%-ത്തിൽ പുറത്ത് ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനീസിനെ വിളിക്കുന്ന പേരാണ് ഗവൺമെൻറ് കമ്പനീസ്. ഇനി ഫോറിൻ കമ്പനീസ് എന്ന് പറയുമ്പോഴത്തേന് ഇവരെ ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഫോറിനിലായിരിക്കും, അതായത് വിദേശത്തായിരിക്കും. പക്ഷേ അവരുടെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെ കാണും, ഇന്ത്യയിൽ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജന്റിനെ വെച്ചിട്ട് ഇവർ ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നുണ്ടായിരിക്കും. അവരെ പറയുന്ന പേരാണ് ഫോറിൻ കമ്പനീസ്. ഇനി ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന എൻ്റെ കമ്പനി ബി എന്ന കമ്പനിയുടെ 51%-ൽ പുറത്ത് എന്തായിരിക്കും ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന കമ്പനി ഹോൾഡിംഗ് കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനി സബ്സിഡറി കമ്പനിയായിട്ട് മാറും. അതായത് ബിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ് എ, എയുടെ സബ്സിഡറി കമ്പനിയാണ് ബി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി പ്രൈവറ്റ് കമ്പനീസും പബ്ലിക് കമ്പനീസും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോ, നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് മിനിമം 2 പേര് മതി, പബ്ലിക് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് മിനിമം 7 പേരെങ്കിലും വേണം എന്ന് നമ്മൾ പറഞ്ഞു.
ഇനി പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? റെസ്ട്രിക്റ്റഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഇവർക്ക് ഫ്രീലി ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രാൻസ്ഫർ ചെയ്ത് പബ്ലിക്കിനൊന്നും നോർമൽ നമ്മളെ പോലുള്ള ആൾക്കാർക്കൊന്നും പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. മിനിമം നമ്മൾ എന്ത് പറഞ്ഞു? 2 പേരാണ് പ്രൈവറ്റ് കമ്പനിയിൽ വേണ്ടത് എന്ന് പറഞ്ഞു. പ്രൈവറ്റ് കമ്പനി എത്രയാളാ? 2 പേര്. അപ്പോൾ നിങ്ങൾ ഈ സ്പീഡിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. കാരണം റിവിഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും സ്പീഡിൽ പെട്ടെന്ന് പോകാൻ പറ്റും. ഓക്കെ. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞേ പോകാൻ പറ്റൂ. കാരണം നോർമൽ ഒരു ക്ലാസ്സിനെ പോലെ നമുക്ക് തിയറി എടുക്കാൻ പറ്റൂല. അതേപോലെ തന്നെ മാക്സിമം നമ്പേഴ്സ് എത്രയാണ്? മാക്സിമം നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്ര പേര് വേണം മാക്സിമം? മാക്സിമം 200 പേർക്ക് അവിടെ മെമ്പേഴ്സ് ആവാൻ പറ്റൂ. മിനിമം 2 പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡിഫറൻസിയേഷൻ പോലെ കൊടുക്കാം. ഓക്കെ. ഇത് പ്രൈവറ്റ്, ഇത് പബ്ലിക്. ഓക്കെ. പ്രൈവറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ. പ്രൈവറ്റ്, പബ്ലിക്. അപ്പം മിനിമം ഇവിടെ എത്ര പേര്? 2 പേര്. ഇവിടെ എത്ര പേര്? 7 പേര്. മാക്സിമം ഇവിടെ 200 പേര്. ഇനി പബ്ലിക് കമ്പനിയിലാണല്ലോ മാക്സിമം. പബ്ലിക് കമ്പനിയിൽ മാക്സിമം എന്നൊരു സംഭവമില്ല. അൺലിമിറ്റഡ് ആയിട്ട് എത്ര പേരെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് കമ്പനിയിൽ മെമ്പേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് എന്തായിരിക്കും? റെസ്ട്രിക്റ്റ് ട്രാൻസ്ഫർ ഷെയർസ് ആണ്. റെസ്ട്രിക്റ്റ് ട്രാൻസ്ഫർ. ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നോ റെസ്ട്രിക്ഷൻ. ഓക്കെ. പിന്നെ ഇവിടെ അടുത്ത് പറഞ്ഞേക്കുന്ന പോയിന്റ് എന്താ? പ്രൊഹിബിറ്റ്സ് ഇൻവിറ്റേഷൻ ടു പബ്ലിക്. അതായത് നോർമൽ പബ്ലിക്കിനൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇവരുടെ ഷെയർസും കാര്യങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മുടെ പ്രൈവറ്റ് കമ്പനിയുടെയും പബ്ലിക് കമ്പനിയുടെയും കേസിൽ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു. എന്താണ്? നമ്മുടെ വൺ പേഴ്സൺ കമ്പനിയുടെ ഒരു കേസ് പറഞ്ഞു. അപ്പോൾ എന്താണ് വൺ പേഴ്സൺ കമ്പനി? എടേ വൺ പേഴ്സൺ കമ്പനി നമ്മൾ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങുന്ന എൻ്റർപ്രണേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൺ പേഴ്സൺ കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ലോൺസും അതേപോലെ തന്നെ ക്രെഡിറ്റും ഒക്കെ കിട്ടാൻ ഒരുപാട് സഹായകരമായിരിക്കും. അതേപോലെ എന്താണ്? ഒരുപാട് ബെനിഫിറ്റ്സ് ഒരു കമ്പനിക്ക് കിട്ടുന്ന ഒട്ടുമിക്ക ബെനിഫിറ്റ്സ് ഇവർക്ക് എന്ത് കിട്ടും? ദാണ്ടേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. OPC പ്രൊവൈഡ്സ് ട്രമൻഡസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്മാൾ ബിസിനസ്മാൻ ആൻഡ് ട്രേഡേഴ്സ്. എമൗണ്ട് ഓഫ് കംപ്ലയിൻസ് ബൈ വൺ പേഴ്സൺ കമ്പനി ഈസ് മച്ച് ലെസർ ഇൻ ടേംസ് ഓഫ് ഫയലിംഗ് റിട്ടേൺസ്. അതായത് നോർമൽ നമ്മുടെ ഒരു കമ്പനിയെ പോലെ ഇവർക്ക് എന്തില്ല ഒരുപാട് കംപ്ലയിൻസസും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം ഒരാളെ ഉള്ളൂ അതിൻ്റെ ഓണറായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കംപ്ലയിൻസും കാര്യങ്ങളും ഒന്നും അവിടെ വരത്തില്ല. അതായത് എൻ്റർപ്രണേഴ്സിന് ബാങ്ക് ലോൺസ് കിട്ടാൻ, ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ, ക്രെഡിറ്റ് കിട്ടാൻ എല്ലാം എന്തായിരിക്കും? വൺ പേഴ്സൺ കമ്പനി ഒരുപാട് സഹായകരമായിരിക്കും. ഇനി വൺ പേഴ്സൺ കമ്പനിയുടെ എന്താണെന്ന് നമുക്ക് നോക്കാം. വൺ പേഴ്സൺ കമ്പനി എന്തായിരിക്കും? വൺ പേഴ്സൺ ആസ് മെമ്പർ. ഇറ്റ് ക്ലാസിഫൈഡ് ആസ് എ കൈൻഡ് ഓഫ് പ്രൈവറ്റ് കമ്പനിയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ഒന്നുകിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ആവാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവാം. പിന്നെ നമ്മൾ വൺ പേഴ്സൺ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെന്ന് വെച്ചോ. വൺ പേഴ്സൺ കമ്പനി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്തായിരിക്കും? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും അതെന്താണെന്ന് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എവിടെ ഫയൽ ചെയ്യണോടാ? നമ്മുടെ ROCയിൽ ഫയൽ ചെയ്യണം. ഈ ഫയൽ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യണം? നോമിനി ആയിട്ട് വെക്കണം. അയാളുടെ റിട്ടേൺ കൺസെൻറ്റ് കൂടെ നമ്മളവിടെ കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻ ദ ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി. അതായത് ഇപ്പം ഞാനാണ് ഈ കമ്പനി തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട് B എന്ന് പറയുന്ന ഒരു പേഴ്സണെ ഒരു റിട്ടേൺ കൺസെൻറ്റ് കൊടുക്കുവാണ്. എന്തിന്? ഈ MOAയും AOAയും ഇൻകോർപ്പറേഷൻ സമയത്ത് ഫയൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഞാൻ എന്താണ്? ഈ കൺസെൻറ്റ് കൂടെ കൊടുക്കുവാണ്. കൺസെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് എനിക്ക് ഡെത്തോ ഇൻകപ്പാസിറ്റിയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും? ആരെ കൺസെൻറ്റാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണോ നോമിനിയായിട്ട് വെക്കുന്നത്, പിന്നെ അവനായിരിക്കും അവിടുത്തെ മെമ്പർ എന്ന് പറയുന്നത്. അവൻ്റെ തലയിലാവും എൻ്റെ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ. ദ ടൈറ്റിൽ ഓഫ് ഷെയർസ് വെസ്റ്റ് വിത്ത് വൺ മെമ്പർ ആൻഡ് അപ്പോൺ ഹിസ് ഡെത്ത് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് കംപ്ലീറ്റ്ലി ടു പേഴ്സൺ നോമിനേറ്റഡ്. അതായത് ആരെയാണോ ഞാൻ നോമിനി വെക്കുന്നത് അയാളുടെ കയ്യിലായിരിക്കും പിന്നെ എന്ത് പോകുന്നത്? എൻ്റെ വൺ പേഴ്സൺ കമ്പനി പോകുന്നത്. ദ മെമ്പർ ക്യാൻ ആൾസോ ചേഞ്ച്. അതായത് ഇപ്പം ഞാൻ അവനെ വെച്ചു, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇവന് ഞാനിവിടെ വഴക്കായി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, വെറുതെ എൻ്റെ കമ്പനി ഞാൻ ഇനി മരിച്ചിട്ട് അവന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ഒരു നോട്ടീസ് രജിസ്റ്ററിന് അയച്ചിട്ട് അവനെ അങ്ങ് മാറ്റിയിട്ട് പുതിയ ആളെ വെക്കും. ഓക്കെ. അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് വൺ പേഴ്സൺ കമ്പനിക്ക്. അതായത് ഒൺലി എ നാച്ചുറൽ പേഴ്സൺ ഷാൾ എലിജിബിലിറ്റി ടു ഇൻകോർപ്പറേറ്റ് എ വൺ പേഴ്സൺ കമ്പനി. അതായത് എന്താണ്? ഒരു നാച്ചുറൽ പേഴ്സണെ എന്ത് ചെയ്യാൻ പറ്റൂ? വൺ പേഴ്സൺ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് ഇപ്പോൾ ഒരു കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണല്ലോ. ഒരു കമ്പനിക്ക് ഒരിക്കലും ഒരു വൺ പേഴ്സൺ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല.
ഓക്കെ. അതേപോലെ നോ നാച്ചുറൽ പേഴ്സൺ ഷാൾ ബി എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് മോർ ദാൻ എ വൺ പേഴ്സൺ കമ്പനി. ഒരാൾക്ക് എന്താ ഒന്നിൽ കൂടുതൽ വൺ പേഴ്സൺ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്താണ്, നോമിനിയായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. മൈനറിനെ മെമ്പർ ആക്കാൻ പറ്റത്തില്ല. ഒരു മൈനറിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൈനർ മീൻസ് 18 വയസ്സ് താഴെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ കമ്പനി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പിന്നീട് ഇത് വൺ പേഴ്സൺ കമ്പനി നമ്മൾ ബിസിനസ്സിന് വേണ്ടി ഇൻകോർപ്പറേറ്റ് ചെയ്ത ശേഷം പിന്നീട് എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ, ഇതിനെ കൺവേർട്ട് ചെയ്ത് സെക്ഷൻ 8 കമ്പനി ആക്കാൻ പറ്റത്തില്ല. പിന്നെ സച്ച് കമ്പനി കാനോട്ട് ക്യാരി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എവിടം വരെ പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുറച്ച് സ്പീഡിലങ്ങ് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ 0.75 ഇട്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം. കമ്പനീസ് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും. പ്രൈവറ്റും പബ്ലിക്കും. പ്രൈവറ്റ് കമ്പനിക്ക് 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്, നമ്മുടെ സ്മോൾ കമ്പനിയും അതേപോലെ തന്നെ വൺ പേഴ്സൺ കമ്പനിയും ഉണ്ട്. ക്ലാസിഫിക്കേഷൻ അല്ല, ദേ ആർ എ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് കമ്പനിയാണ്. ഓക്കെ. ഈ പ്രൈവറ്റ് കമ്പനി തന്നെ ഉൾപ്പെടുന്ന കമ്പനീസാണ് സ്മാൾ കമ്പനിയും അതേപോലെ തന്നെ വൺ പേഴ്സൺ കമ്പനിയും ഒക്കെ. അപ്പം വൺ പേഴ്സൺ കമ്പനിയുടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വൺ പേഴ്സൺ കമ്പനിയുടെ കാര്യങ്ങൾ എന്താണ്, ഒരാളായിരിക്കും മെമ്പർ. എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനായിരിക്കും, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. കാരണം ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടും, ലോൺസും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ അത് കിട്ടും, പിന്നെ ക്രെഡിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം എന്തായിരിക്കും, വൺ പേഴ്സൺ കമ്പനിക്ക് ഒരുപാട് യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അവർക്ക് കുറേ എന്താണ് ഡീമെറിറ്റ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ പറയുന്നില്ല. ഓക്കെ. ടാക്സിൻ്റെ ഒക്കെ കുറേ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ. പിന്നെ എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി പറഞ്ഞു. വൺ പേഴ്സൺ കമ്പനി ഞാൻ തുടങ്ങുന്ന സമയത്ത് ഒരാളെയും കൂടെ നോമിനി വെക്കണം. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലോ എൻ്റെ ഇൻകപ്പാസിറ്റിയിലോ ആ നോമിനി ആയിരിക്കും പിന്നെ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ ആ നോമിനിയെ മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു രജിസ്ട്രാർ അടുത്ത്, അതായത് ROCയുടെ അടുത്ത് ഞാൻ കൊണ്ട് ചെന്ന് ഫയൽ ചെയ്താൽ മതി, ഇയാളെ മാറ്റണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൺ പേഴ്സൺ കമ്പനിയുടെ കേസിൽ വരുന്നത്. ഓക്കെ. ഇനി ആ നോമിനിയുടെ കേസൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. അത് നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റിലൊന്ന് വായിച്ചിട്ട് പോവുക. നോമിനി എന്താണ്, നോമിനിയുടെ കണ്ടീഷൻസ് എന്താണെന്നൊക്കെ ഉള്ളത്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ആനുവൽ റിട്ടേൺ. ആനുവൽ റിട്ടേൺ വൺ പേഴ്സൺ കമ്പനിയിൽ നമ്മൾ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യും. ആനുവൽ റിട്ടേൺ നമ്മൾ തൊട്ട് താഴോട്ട് പോകുമ്പോൾ എന്താണെന്ന് പഠിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ആനുവൽ റിട്ടേൺ ആരാണ് സൈൻ ചെയ്യേണ്ടത്, CS അഥവാ കമ്പനി സെക്രട്ടറി ആണ് ഒരു കമ്പനിയിലെ ആനുവൽ റിട്ടേൺസ് സൈൻ ചെയ്യേണ്ടത്. ഇപ്പം കമ്പനി സെക്രട്ടറി ഒരു വൺ പേഴ്സൺ കമ്പനിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ആരായിരിക്കും, അതിൻ്റെ ഡയറക്ടർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ തന്നെ എന്ത് ചെയ്താൽ മതി, അങ്ങ് സൈൻ ചെയ്താൽ മതി. ഇനി സ്മാൾ കമ്പനി എന്താണെന്ന് നമ്മൾ വൺ പേഴ്സൺ കമ്പനി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഏതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മുടെ സ്മോൾ കമ്പനി എന്താണെന്ന്. സ്മോൾ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ പറയുന്ന 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തവരാണ് സ്മോൾ കമ്പനീസ്. ഓക്കെ. ഇത് അമെൻമെൻറ്റ് വന്ന് മാറിയതാണ്. നേരത്തെ ഇവിടെ 2 crore 20 crore അങ്ങനെ എന്തോ ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ ഇത് അമെൻമെൻറ്റ് വന്ന് മാറി. ടെക്സ്റ്റിൽ ചിലപ്പോൾ തെറ്റായിരിക്കും. സോ നിങ്ങൾ ഇതാണ് ഇനി എഴുതേണ്ടത് സ്മോൾ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് കമ്പനി ഷുഡ് നോട്ട് എക്സീഡ് 4 crore. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അവരുടെ ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. അതായത് നമ്മൾ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ എന്ത് ചെയ്യുന്നത്, കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 4 കോടിക്ക് മുകളിൽ പോകാൻ പാടില്ല. അതായത് പിന്നെ അതേപോലെ തന്നെ കമ്പനിയുടെ ടേൺ ഓവർ അഥവാ സെയിൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 40 കോടിക്ക് മുകളിലും പോകരുത്. അപ്പം ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികളെ പറയുന്ന പേരാണ് സ്മോൾ കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവരും ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യുന്ന ഫോമാണ് MGT 7A. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ് എന്താണെന്നുള്ളത്. ഇനി അസോസിയേഷൻസ് നോട്ട് ഫോർ പ്രോഫിറ്റ് അഥവാ സെക്ഷൻ 8 കമ്പനീസ്. ഞാൻ പറഞ്ഞു കമ്പനീസ് എന്താണ്, നമുക്ക് സെക്ഷൻ 8 കമ്പനീസ് വരുന്നുണ്ട്. അതായത് ഇവർ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരല്ല, അതായത് ഇവർ ബിസിനസ് ഉദ്ദേശത്തോടല്ല. എന്തിനാണ് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാരിറ്റി ഒക്കെ നടത്തുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ. അഥവാ ഇപ്പം എനിക്ക് കുറച്ച് പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ സ്പോർട്സോ സയൻസോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഏരിയാസ് എനിക്ക് വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സെക്ഷൻ 8 കമ്പനീസ്. ഓക്കെ. എന്താണ് സെക്ഷൻ 8 കമ്പനീസ്? സെക്ഷൻ 8 കമ്പനീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വിവരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇതുവരെ അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. മേ ബി നിങ്ങളെ ഒരു നല്ല സമയത്തിനനുസരിച്ച് ചിലവൻ ചോദിച്ചാൽ പറയാൻ പറ്റൂല. ഓക്കെ. ദാണ്ടെ വിത്ത് ചാരിറ്റബിൾ ഒബ്ജക്ട്സ്, അതായത് ചാരിറ്റി പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഒബ്ജക്ട്സോടെ കൂടി നമ്മൾ തുടങ്ങുന്ന ഒരു കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനീസ്. ഓക്കെ. വേർ ഇറ്റ് പ്രൂവ്ഡ് ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ദാറ്റ് എ പേഴ്സൺ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് പ്രപ്പോസൽ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ആസ് ലിമിറ്റഡ് കമ്പനി.
ഇവരെന്ത് ചെയ്യണോടാ? സെൻട്രൽ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം നമ്മൾ എന്താണ് ചാരിറ്റി എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ള കാര്യമല്ല. അത് ഒബ്ജക്റ്റ് എന്താണ്? പ്രൊമോഷൻ ഓഫ് കൊമേഴ്സ്, ആർട്ട്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ഓർ എനി അതർ ഒബ്ജക്റ്റ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതായത് ഈ ഒരു ഫീൽഡിലെ പ്രൊമോഷന് വേണ്ടിയിട്ട് വല്ലതും പ്രവർത്തിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത് സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ കാര്യം എന്താണ്? ഇൻഡസ്ട്രി അപ്ലൈ ഇറ്റ്സ് പ്രോഫിറ്റ് ഇൻ പ്രൊമോട്ടിങ് ഇറ്റ്സ് ഒബ്ജക്റ്റ്. ഇവർ ഈ പ്രോഫിറ്റ് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? ഇവരുടെ ഈ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊമോട്ടിങ് ഓഫ് സയൻസ്, ചാരിറ്റി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് ആണല്ലോ. ഓക്കെ. അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്? ഇവരുടെ ലാഭം ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി വേറൊരു എക്സംഷൻ ഉണ്ട്. സെക്ഷൻ 8 കമ്പനി എൻജോയ് സച്ചസ് അപ്പോയിൻമെന്റ് ഓഫ് ക്വാളിഫൈഡ്, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനി സെക്രട്ടറി ഇവർക്ക് വേണമെന്നില്ല. കാരണം ഇവർ പ്രോഫിറ്റിനൊന്നും വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്ന. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ ആ ഒരു ഏരിയയിലൊക്കെ കുറച്ച് മെച്ചം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്കൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്പനി സെക്രട്ടറിയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. പിന്നെ പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അവിടെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ മെമ്പേഴ്സിന് വെക്കണം. അതായത് മെമ്പേഴ്സിന് ഇപ്പോൾ കാണുകയും അവിടുത്തെ ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കുകയൊക്കെ വേണ്ടേ. അപ്പം നമുക്ക് രണ്ട് രീതിയിലുള്ള മീറ്റിംഗ് ഉണ്ട്. അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ്, വർഷാവർഷം നടക്കുന്ന ആനുവൽ ജനറൽ മീറ്റിംഗ്. കമ്പനി ഞാൻ എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ഞാൻ കമ്പനി തുടങ്ങി. അപ്പോൾ വർഷാവർഷം നമ്മളിവിടെ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. അതേപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. അതായത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്നതാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്നതാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. വർഷാവർഷം നമ്മൾ അല്ലാതെ നടത്തുന്നതാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും പറ്റിയിട്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പം ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണോടാ? ഈ മെമ്പേഴ്സിനെല്ലാം ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? നോട്ടീസ് അയക്കണം. ഓക്കെ. അപ്പം നോർമൽ കമ്പനീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് നടക്കുന്നതിന് മിനിമം 21 ദിവസം മുന്നേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നോട്ടീസ് അവർക്ക് അയക്കണമെന്നുണ്ട്. ഓക്കെ. അവർക്ക് 21 ദിവസം മുമ്പെങ്കിലും ഈ നോട്ടീസ് കൈപ്പറ്റുന്ന രീതി വേണം നമ്മളിത് അയക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സെക്ഷൻ 8 കമ്പനിയുടെ മീറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ് നമ്മൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ 14 ദിവസം മുമ്പേ എത്തുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നോട്ടീസ് അയച്ചാൽ മതി. അതാണ് ഇവിടെ 14 പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് 21 ഡേയ്സ്. ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് നോട്ടീസ് അയച്ചാലല്ലേ അവരറിയൂ ഇവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നോട്ടീസ് അയക്കുന്നത്. അതെന്താണ്? നോർമൽ കമ്പനിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 21 ദിവസം മുന്നേ അയക്കും. പക്ഷേ നമ്മൾ സെക്ഷൻ 8 കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 14 ദിവസത്തിന് മുന്നേ അയച്ചാലും മതി, കുഴപ്പമില്ല. ഓക്കെ. ഇനി ഗവൺമെൻറ് കമ്പനിയുടെ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഗവൺമെൻറ് കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു കമ്പനിയുടെ 51% പുറത്ത് ഷെയർസ് ഹോൾഡ് ചെയ്തേക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ ആണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റേറ്റും സെൻട്രലും കൂടെ ചേർന്നാണെങ്കിലോ, രണ്ടും ഉണ്ടേ, ആണെങ്കിലോ 51% പുറത്ത് ഷെയർസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താണ്? ആ ഒരു കമ്പനി നമുക്ക് ഗവൺമെൻറ് കമ്പനി എന്ന് പറയാം. അതേപോലെ ഫോറിൻ കമ്പനി നമ്മൾ പറഞ്ഞാണ് എന്താണ്? പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നു, ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. പിന്നെ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ കാണും. അത് വേറെ ഏജന്റിനെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ നടത്തുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് വഴിയായിരിക്കും അവർ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ കൺട്രീസ് ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നുണ്ടായിരിക്കും. അങ്ങനത്തുള്ള കമ്പനീസിനെ പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. നോക്കിക്കോ. അടുത്ത വേറൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഹാവിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹൂ ഓൾ ആർ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് ഹാവിംഗ് ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് നോട്ട് കവേർഡ്. അതായത് ഇപ്പം ഇവർ പുറത്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്, അവിടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഇവിടുത്തെ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫോറിൻ കമ്പനി എന്ന് പറയാൻ പറ്റുമോ എന്ന ചോദ്യം അതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടി തരും. കാരണം അങ്ങനെ പറയരുത്. നമ്മൾ പറഞ്ഞ എന്താണ്? രണ്ട് കണ്ടീഷൻസ്. ഇന്ത്യയിൽ ബിസിനസ് ആക്ടിവിറ്റിയും വേണം, അതേപോലെ തന്നെ എന്താണ്? അവർക്ക് പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലും കാണണം. അത് ഒരു ഏജന്റിനെ വെച്ച് വല്ലതും കൺട്രോൾ ചെയ്താലും കുഴപ്പമില്ല. അവർക്ക് ബിസിനസ് ആക്ടിവിറ്റി ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് പറയുന്നത്? അങ്ങനെയുള്ള കമ്പനീസിനാണ് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. അല്ലാതെ വിദേശത്തൊരു കമ്പനി തുടങ്ങിയിട്ട് അവിടെ അവരെന്തോ ചെയ്യുന്നു, അത് മൊത്തം ഇന്ത്യക്കാരാണ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഫോറിൻ കമ്പനി എന്ന് വിളിക്കത്തില്ല. ഓക്കെ. ഇനി നോക്കിയോ. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനീസ് നമ്മൾ പറഞ്ഞതാണ്. ഇഫ് വൺ കമ്പനി കൺട്രോൾസ് അതർ, അതായത് ഒരു കമ്പനി എ എന്ന് പറയുന്ന ഒരു കമ്പനി ബി എന്ന് പറയുന്ന ഒരു കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നു. ഈ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. മറ്റേ
ആ കൺട്രോൾ അനുഭവിക്കുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ. ഹോൾഡിംഗ് കമ്പനി ഹോൾഡ്സ് നോട്ട് ലെസ് ദാൻ, അതായത് ഈ പറയുന്ന ബി എന്ന് പറയുന്ന കമ്പനിയുടെ 51% പുറത്ത്, അതായത് പകുതിയിൽ കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നിരിക്കുന്ന ആരായിരിക്കും? നമ്മുടെ ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആരുടെ? നമ്മുടെ ഹോൾഡിംഗ് കമ്പനി തന്നെ. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അസോസിയേറ്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 20% പുറത്ത് വോട്ടിംഗ് പവേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. 20% പുറത്ത്, അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഫോർമേഷൻ ഓഫ് കമ്പനി, അതായത് നമ്മുടെ കമ്പനി തുടങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ കമ്പനി ഇപ്പോൾ തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ പറഞ്ഞു, പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, മിനിമം 7 പേര് വേണം. പ്രൈവറ്റ് ആണെങ്കിൽ 2 പേര് വേണം. 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ ഒരാൾ വേണം. ഇത് വെറുതെ നമ്മൾ ഇത്രയും പേരെ ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനി തുടങ്ങാൻ പറ്റുമോ? ഞാൻ ഇത്രയും പേരെ ഒപ്പിച്ചിട്ട് ഞാൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങി നിന്നിട്ട് ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മേശയും പിടിച്ചിട്ട് അവിടെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ അതൊരു കമ്പനിയായിട്ട് മാറുമോ? ഇല്ല. എന്ത് ചെയ്യണം അവിടെ? നമ്മൾ ലീഗലി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ MCയുടെ സൈറ്റിൽ കയറിയിട്ട് അവിടെയാണ് നമ്മൾ ഇൻകോർപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിനകത്ത് ഫോം സ്പൈസ് പ്ലസ് എടുക്കുക. അവിടെ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. 2 പാർട്ടുണ്ട്. സ്പൈസ് പ്ലസ് എന്ന് പറയുന്ന ഫോം ഉണ്ട്. അവിടെ എന്തുണ്ട്? പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. ഓക്കെ. പാർട്ട് എയിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? പാർട്ട് എയിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിക്ക് ഒരു പേര് ഇടണമല്ലോ. നമ്മളൊരു പേര് കണ്ടെത്തി വെക്കുക, ഒരു നെയിം. ആ പേരിന്റെ കൂടെ തന്നെ ഇൻ കേസ് ആ പേര് വേറൊരു കമ്പനിക്കുണ്ട്, നമുക്കറിയത്തില്ല. ഇവിടെ ആയിരക്കണക്കിന് കമ്പനികളുണ്ട്. നമ്മൾ കണ്ടുപിടിച്ച കമ്പനി പേര് വേറൊരു കമ്പനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും റിജക്റ്റ് ആവും. നമ്മളപ്പോൾ അതിൻ്റെ കൂടെ 2 ഓപ്ഷണൽ നെയിം കൂടെ, ഓക്കെ. ഇപ്പം കമ്പനിയുടെ പേര് മറ്റെന്താണ്, സുനി കമ്പനി എന്ന് നമ്മൾ വെക്കുവാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും സുനി കമ്പനി ഉണ്ടെങ്കിൽ എൻ്റെ കമ്പനിക്ക് ആ ഒരു പേര് കിട്ടത്തില്ല. സോ ഞാൻ 2 പേരുടെ വെക്കുവാണ്, ബിജു കമ്പനി, ഷിജു കമ്പനി. ഓക്കെ. അപ്പം ഈ 2 പേരൂടെ ഞാൻ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പാർട്ട് എയിൽ കൊടുക്കുന്നുണ്ട്. സ്പൈസ് പ്ലസിൻ്റെ പാർട്ട് എയിൽ എന്താണ്, ആപ്ലിക്കേഷൻ ഫോർ അവൈലബിലിറ്റി ഓഫ് നെയിം ആൻഡ് റിസർവേഷൻ ഫയൽ ചെയ്യുന്നത് എവിടെയാണ്? പാർട്ട് എയിലാണ്. സോ അതെന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെൻറ് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും? റിസർവ് ചെയ്ത് വെക്കും. നിന്റെ സുനി എന്ന പേര് അംഗീകരിച്ചിട്ടുണ്ട്, എന്താ, 20 ദിവസത്തേക്ക് ആ നെയിം റിസർവ് ചെയ്ത് വെക്കും. ആ 20 ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? പാർട്ട് ബിയിൽ, പാർട്ട് എയുടെ കാര്യം ഇത്രയും കഴിഞ്ഞു. 20 ദിവസത്തേക്ക് അവരത് നെയിം റിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരെടുത്ത് വല്ലവരും കൊടുക്കും, അവർ ചോദിച്ചു കഴിഞ്ഞാൽ. 20 ദിവസത്തേക്ക് എനിക്ക് റിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ ആ സമയം കൊണ്ട് എന്ത് ചെയ്യണം? പാർട്ട് ബിയിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. എന്തൊക്കെയാണ്? MOA, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. MOA ലൈക്ക് ആർട്ടിക്കിൾ. MOAയും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസും നമ്മൾ എന്ത് ചെയ്യണം? ഇത് സബ്സ്ക്രൈബ് ബേസ്ഡ് മെമ്മോറാണ്ടം ഒപ്പിട്ടത്. അതാരാണ് സബ്സ്ക്രൈബ് ബേസ്ഡ് മെമ്മോറാണ്ടം? അതായത് ഫസ്റ്റ് മെമ്പേഴ്സ്. ഇപ്പം ഞാനാണ് കമ്പനി തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ 6 പേരൂടെ കാണുമല്ലോ പബ്ലിക് കമ്പനി തുടങ്ങാൻ. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേരൂടെ കാണുമല്ലോ. അതായത് ഞാനും വേറെ ആളും 2 പേര് കാണും. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 7 പേരും കാണും. അപ്പം ഞങ്ങൾ ഒപ്പിട്ട, അതായത് ഞങ്ങൾ സൈൻ ചെയ്ത MOAയും AOAയും ഫയൽ ചെയ്യണം. അപ്പം ആർട്ടിക്കിൾസും മെമ്മോറാണ്ടം എന്താണ്, അതിൻ്റെ കണ്ടൻസ് എന്താണ്, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഇപ്പം നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഓക്കെ. MOAയും AOAയും, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. എവിടെ? പാർട്ട് ബിയിൽ ഫയൽ ചെയ്യണം. ഇനി 1 പേഴ്സൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. എന്താണ്? അത് നിങ്ങൾ മറന്നു പോകരുത്. 1 പേഴ്സൺ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ചോദിച്ചാൽ ഇതേപോലെ തന്നെ എഴുതി വെക്കണം. അല്ലാതെ അവിടെ അത് മാത്രം എഴുതി വെക്കരുത്. ഇതെല്ലാം എഴുതണം. ഓക്കെ. അപ്പോൾ MOAയും AOAയും രജിസ്റ്ററിൻ്റെ അടുത്ത് ഫയൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തും കൂടെ ഫയൽ ചെയ്യണം. ഈ പാർട്ട് ബിയിൽ എന്തുകൂടെ ഫയൽ ചെയ്യണം? നമ്മൾ മറ്റേ കൺസെന്റ് കൂടെ ഫയൽ ചെയ്യണം, അതായത് രജിസ്റ്ററിൻ്റെ അടുത്ത്. ഇവിടെ പാർട്ട് ബിയിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? MOAയും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ അഡ്രസ് ഫോർ കറസ്പോണ്ടൻറ്റ്, അതായത് കറസ്പോണ്ടൻസ് അഡ്രസ്സ്. നമുക്ക് എന്തായാലും നമ്മൾ കമ്പനി തുടങ്ങുന്നതിന് മുമ്പേ ഒരു അഡ്രസ്സ് കിട്ടത്തില്ല. അപ്പോൾ താൽക്കാലിക അഡ്രസ്സ് നമ്മളിപ്പോൾ എവിടെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജിസ്റ്റർ അഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്, അതായത് എവിടെയാണ് നമ്മൾ ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ. അത് ഫയൽ ചെയ്യണം പാർട്ട് ബിയിൽ. പിന്നെ എന്ത് വേണം? ഒരു ഡിക്ലറേഷൻ വേണം. അതായത് അഡ്വക്കേറ്റോ CAയോ CMAയോ CS പ്രാക്ടീസിലുള്ള ഈ പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യണം? ഒരു ഡിക്ലറേഷൻ തരണം. എന്തിനാ ഡിക്ലറേഷൻ തരുന്നത്? ഇവർ നമ്മൾ, അതായത് നമ്മൾ നിയമങ്ങളെല്ലാം അനുസരിച്ചാണ്, റൂൾസ് റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഈ കമ്പനി തുടങ്ങുന്നത് എന്ന് ആര് ഒപ്പിട്ട് തരണം? ഒരു ഡിക്ലറേഷൻ തരണം. അഡ്വക്കേറ്റോ CAയോ CMAയോ CSO പ്രാക്ടീസിലുള്ള ഇവർ എന്ത് ചെയ്യണം? ഒരു ഡിക്ലറേഷൻ തരണം. അപ്പോൾ എന്താണ് ഇവിടെ? പ്രാക്ടീസിലുള്ളവരുടെ ഡിക്ലറേഷൻ. പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറാണ്ടം
അതായത് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ 7 പേരാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. ഈ തുടങ്ങുന്നത് ഞങ്ങൾ തന്നെയാണോ ഡയറക്ടേഴ്സ്? അല്ല. ഇപ്പൊ നമ്മള് കമ്പനി മാനേജ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. കമ്പനി സ്റ്റാർട്ട് ചെയ്തത് നമ്മളാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ജോലിക്ക് വെച്ചേക്കുവാണ് ഡയറക്ടേഴ്സിനെ. അവരാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവരുടെ താഴെ പിന്നെ ആര് വരുന്നുണ്ട്? കീ മാനേജർ പേഴ്സണൽസ് ആയിട്ടുള്ള കുറെ പേര് വരും. സിഇഒ അങ്ങനെ തുടങ്ങിയ ആൾക്കാരൊക്കെ വരും. ഓക്കെ. അപ്പം എന്താണ് ഈ പറയുന്ന ഡയറക്ടേഴ്സ്, നമ്മൾ ഈ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന ഡയറക്ടേഴ്സ് എന്താണ് കള്ളന്മാരൊന്നും അല്ലെന്നും അവരെ ഇതിനു മുമ്പ് കോടതി യാതൊരു കേസിലും പിടിച്ചിട്ടില്ലെന്നുള്ള കാര്യം, അതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. എവിടെ? നമ്മുടെ പാർട്ട് ബിയിൽ. അതായത് കണ്ടോ, ദേ ഹാവ് ഇൻ ബി, അതായത് ആരാണ് നമ്മൾ എന്ത് ഡിക്ലറേഷനെ കൊടുക്കേണ്ട സബ്സ്ക്രൈബ് ലിസ്റ്റ് മെമ്മോറാണ്ടം? ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്തല്ല, അവര് ഇതിനു മുമ്പ് അവരെ കള്ളത്തരത്തിനോ ഫ്രോഡിനോ ഒന്നും പിടിച്ചിട്ടില്ല. അവര് ആരുടെയും ട്രസ്റ്റോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഒന്നും ബ്രീച്ച് ചെയ്തിട്ടില്ല കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ. അതായത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവർ ഈ പരിപാടി ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഓക്കെ. അന്നേരം നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവരെന്തെങ്കിലും ഇതുപോലത്തുള്ള ഫ്രോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീച്ചോ എന്തെങ്കിലും കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവരെ നമുക്ക് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ ആര് കൊടുക്കണം? ആര് കൊടുക്കണോടാ? നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഞാനല്ലേ, അപ്പം ഞാനല്ലേ സബ്സ്ക്രൈബ് ബേസ്ഡ് മെമ്മോറാണ്ടത്തിൽ ഒരാൾ, അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ ഡിക്ലറേഷൻ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ദേ ഹാവ് ഇൻ ബീൻ കൺവിക്റ്റഡ് ഫോർ എനി ഓഫൻസ് ഇൻ റിലേഷൻ ടു ദ ഫോർമേഷൻ. ഇതിന് മുന്നേ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫോർമേഷനോ പ്രൊമോഷനോ മാനേജ്മെന്റോ ആയിട്ട് ഇവർ യാതൊരു രീതിയിലും ഇവരെ എന്തെങ്കിലും ഒഫൻസ് ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ നോളജ് അനുസരിച്ച്, അതായത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ചും എൻ്റെ ബോധ്യമനുസരിച്ചും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അതും ആ ഡിക്ലറേഷനിൽ ഉണ്ടായിരിക്കണം. പിന്നെന്ത് വേണം? സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറാണ്ടത്തിലെ ഫുൾ പർട്ടിക്കുലേഴ്സ്, അതായത് എൻ്റെ ഐഡന്റിറ്റി കാർഡും പ്രൂഫും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട് ബിയിൽ ഫയൽ ചെയ്യണം. അതേപോലെ തന്നെ ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ ഫുൾ പർട്ടിക്കുലേഴ്സും അതേപോലെ തന്നെ അവരുടെ കൺസെൻറ്റും വേണം. അതായത് അവർ ഡയറക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാമെന്നുള്ള അവരുടെ റിട്ടേൺ കൺസെൻറ്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പാർട്ട് ബിയിൽ ഫയൽ ചെയ്യണം. അപ്പോൾ പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും കാര്യം നമ്മൾ പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞത്? പാർട്ട് എയിൽ നെയിമിൻ്റെ കാര്യമാണ്. അത് നമുക്ക് 20 ദിവസത്തേക്ക് റിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 20 ദിവസം കൊണ്ട് പാർട്ട് ബിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫയൽ ചെയ്യേണ്ടത്? MOA, AOA, നമ്മുടെ അഡ്രസ്സ്, പിന്നെ അതേപോലെ ഡിക്ലറേഷൻ ആരുടെ? പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ അഡ്വക്കേറ്റിൻ്റെയോ CAയുടെ CMAയുടെ CS-ൻ്റെയോ എന്തായിരിക്കും ഡിക്ലറേഷൻ ഉണ്ടാവേണ്ടത്? എന്തായിരിക്കണം ഉണ്ടാവേണ്ടത്? നമ്മുടെ ഡയറക്ടറോ മാനേജറോ സെക്രട്ടറിയോ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത്. പിന്നെ അതേപോലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മെമ്മോറാണ്ടം ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് എല്ലാം ഒരു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇങ്ങനത്തുള്ള ഒരു ഫ്രോഡോ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ ട്രസ്റ്റോ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അതേപോലെ തന്നെ അവരെ എന്താ ഒരു കമ്പനിയുടെ ഫോർമേഷനോ പ്രൊമോഷനോ മാനേജ്മെന്റോ ആയിട്ടോ ഇതിനു മുമ്പ് ഒരു ഒഫൻസിലും കൺവിക്റ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ലറേഷനിൽ കാണിക്കണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ബെസ്റ്റ് ഓഫ് നോളജ് എല്ലാം കറക്റ്റ് ആയിട്ടാണെന്ന് നമ്മൾ പറയണം. പിന്നെ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ, അതായത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റം ബേസ്ഡ് മെമ്മോറാണ്ടത്തിൻ്റെ ഫുൾ പർട്ടിക്കുലേഴ്സ് എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. പിന്നെ അതേപോലെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുൾ പർട്ടിക്കുലേഴ്സും അവർ ഡയറക്ടറായിട്ട് നിൽക്കാമെന്നുള്ള കൺസെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ പാർട്ട് ബിയിൽ ഫയൽ ചെയ്യണം. ഈ പാർട്ട് ബിയും കൂടെ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? രജിസ്റ്റർ ഓഫ് കമ്പനീസ്, അതായത് ROC എന്ത് ചെയ്യും? മേ രജിസ്റ്റർ ദ കമ്പനി, അവർ കമ്പനി രജിസ്റ്റർ ചെയ്യും. നമുക്ക് എന്ത് ചെയ്ത് തരും? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് INC11, അതാണ് കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, INC11 ഫോമിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. അപ്പം അതിൽ നമുക്ക് എന്ത് കാണും? കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ സിൻ, അതായത് കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓരോ കമ്പനിക്കും ഓരോ സിൻ ഉണ്ട്. ഇതാണ് നമുക്ക് ഇപ്പോൾ ID കാർഡിൽ ID നമ്പർ തരൂലാണോ? അതേപോലെ തന്നെ കമ്പനിക്കും അതിൻ്റെതായ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്. അതാണ് CIN, അതായത് കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതോടുകൂടി നമ്മുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. അപ്പം ഇത് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു MOAയും AOAയും നമ്മൾ എവിടെ ഫയൽ ചെയ്യണമെന്ന്? നമ്മുടെ പാർട്ട് ബിയിൽ ഫയൽ ചെയ്യണമെന്ന്. ഫയൽ ചെയ്യണമെങ്കിൽ MOAയും AOAയും എന്താണെന്ന് നമുക്കറിയണമല്ലോ. ഇതാണ് ഇനി താഴെ പറഞ്ഞേക്കുന്നത്, നോക്കിക്കോ. MOA അഥവാ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്യുമെന്റ് ഓഫ് എ കമ്പനി. കമ്പനിക്ക് ഇന്ത്യക്ക് ഭരണഘടന എങ്ങനെയാണോ അതേപോലെ കമ്പനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ടേബിൾ A ടു ടേബിൾ E ഓഫ് ഷെഡ്യൂൾ 1 ഓഫ് കമ്പനീസ് ആക്ടിന്റെ ടേബിൾ A ടു ടേബിൾ E വരെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? മെമ്മോറാണ്ടത്തിന്റെ ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് മെമ്മോറാണ്ടത്തിൽ വേണ്ടുന്നത്? ഒന്ന് നെയിം ക്ലോസ്. നെയിം ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നെയിം ക്ലോസിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. മെമ്മോറാണ്ടത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഒന്ന് വരുന്നത് എന്താണ്? നെയിം ക്ലോസ് ആണ്. നെയിം ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് കമ്പനിയാണ് നമ്മൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് കാണണം? ലിമിറ്റഡ്. നമ്മൾ ഇടുന്ന പേരിൻ്റെ കൂടെ ലിമിറ്റഡ് എന്ന് കാണണം. പ്രൈവറ്റ് കമ്പനിയാണ് നമ്മൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് കാണണം? പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണണം. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് എന്നൊക്കെ കാണും. അത് പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലിമിറ്റഡ് എന്ന് മാത്രമേ കാണും. പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ സഫിക്സിൽ എന്ത് കാണും? പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണും. വൺ പേഴ്സൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? OPC നമ്മൾ സഫിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കും. OPC. ഇനി സെക്ഷൻ 8 കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് എന്ത് വേണ്ട? പ്രത്യേകിച്ച് സഫിക്സും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇനി രജിസ്റ്റർ ഓഫീസ് ക്ലോസ്. അപ്പം നെയിം ക്ലോസ് MOAക്കകത്തുണ്ട്. പിന്നെ അടുത്തുള്ള ഏതാണ്? രജിസ്റ്റർ ഓഫീസ് ക്ലോസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ് നമ്മുടെ രജിസ്റ്റർ ഓഫീസ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഏത് സംസ്ഥാനത്താണ്, എവിടെയാണ് നമ്മുടെ രജിസ്റ്റർ ഓഫീസ് കമ്പനിയാണ് വരാൻ പോകുന്നത് എന്ന് ആ രജിസ്റ്റർ ഓഫീസ് ക്ലോസിനകത്ത് കാണിച്ചിരിക്കണം. പിന്നുള്ളത് ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ കമ്പനി ഒബ്ജക്റ്റീവ് എന്താണ്, എന്തിനാണ് നമ്മൾ ഈ കമ്പനി തുടങ്ങുന്നത്, മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് അവിടെ കാണിച്ചിരിക്കണം. അതേപോലെ മെയിൻ ആക്ടിവിറ്റി അല്ലാതെ എന്തെങ്കിലും ആൻസിലറി ആക്ടിവിറ്റീസ് എക്സ്ട്രാ നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റി അല്ലാതെ എന്തെങ്കിലും സെക്കൻഡറി ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതും കാണിക്കണം. പിന്നെ ക്യാപിറ്റൽ ക്ലോസ്, അതായത് ക്യാപിറ്റൽ എത്ര പേര് റൈസ് ചെയ്തിട്ടുണ്ട്, എത്ര രൂപയാണ് നമ്മൾ ക്യാപിറ്റൽ, അതായത് 30 ലക്ഷം ഞാനും കൊണ്ടുവന്നു, 30 ലക്ഷം ബി എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ കാണിക്കണം. ക്യാപിറ്റൽ എത്രയാണ് കൊണ്ടുവന്നതെന്നുള്ളത്. പിന്നെ ലയബിലിറ്റി ക്ലോസ്, അതായത് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം. പിന്നെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്, അതായത് അതിനകത്ത് പറയുന്നത് എന്താണ്? ഇൻ ദിസ് ക്ലോസ് പേഴ്സൺ ഇൻകോർപ്പറേറ്റ് ഇൻ ദ കമ്പനി, അതായത് ഇപ്പോൾ തുടങ്ങുന്ന ഞാനാണെന്നുണ്ടല്ലോ, ഞാൻ ഡിക്ലെയർ ചെയ്യണം എന്താണ്? എനിക്ക് ഈ കമ്പനി തുടങ്ങാൻ താല്പര്യമുണ്ട്, ഇതിൽ പറയുന്ന ഒബ്ജക്റ്റ് എല്ലാം ഞാൻ അച്ചീവ് ചെയ്യുമെന്നുള്ള കാര്യമെല്ലാം ഞാൻ അതിനകത്ത് പറയണം. അതുകൂടാതെ ദേ ആൾസോ എഗ്രി ടു ടേക്ക്, അതായത് ഈ ഞാൻ എന്തോ ചെയ്യണം ഇതെല്ലാം പറയുന്ന കൂടാതെ ഞാൻ അതിനകത്തുനിന്ന് ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അപ്പം ഷെയർസ് എന്ത് ചെയ്യണം? ഈ തുടങ്ങുന്ന ആൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഷെയർസ് വാങ്ങിച്ചിട്ടുള്ള ആളായിരിക്കണം. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 ഷെയർ ഷാൽ ബി ടേക്കൺ ബൈ ദം. അറ്റ്ലീസ്റ്റ് ഒരു ഷെയർ എങ്കിലും ഇവരെന്ത് ചെയ്യണം? ഇവര് അവകാശിയായിരിക്കണം. അപ്പോൾ അവരെ പറയുന്ന പേരാണ് സബ്സ്ക്രൈബേഴ്സ് മെമ്മോറാണ്ടം. അതിന് സബ്സ്ക്രൈബേഴ്സ് മെമ്മോറാണ്ടം ആണ് അതിൻ്റെ ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് എന്നും പറയുന്നത്. ഇനി അതാണ് മെമ്മോറാണ്ടത്തിലുള്ളത്. ഏതൊക്കെയാണ്? നെയിം ക്ലോസ്, രജിസ്റ്റർ ഓഫീസ് ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. അപ്പോൾ നമ്മൾ MOA എന്താണെന്ന് പഠിച്ചു. ഇനി ആർട്ടിക്കിൾസിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? AOA, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണ് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആണ് ഇന്റേണൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കമ്പനി ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? AOAയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കണ്ടന്റ്സ് ഒക്കെയാണ് ഷെയർ ക്യാപിറ്റലും അതിൻ്റെ വേരിയേഷൻ ഓഫ് റൈറ്റ്സും, അതായത് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ്, അവരുടെ റൈറ്റ്സും കാര്യങ്ങളും എങ്ങനെയാണ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, ബോർഡ് മീറ്റിംഗ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ജനറൽ മീറ്റിംഗ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, വൈൻഡിങ് അപ്പ് എങ്ങനെയാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇവിടുത്തെ റൂൾസ് റെഗുലേഷൻസും. ഇതുപോലുള്ള റൂൾസ് റെഗുലേഷൻസും ഒക്കെയാണ് എവിടെ ഉള്ളത്? നമ്മുടെ AOAയിലുള്ളത്. ഇനി നമ്മുടെ MOAയും AOAയും സൈൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ പറയുന്ന മാനറിൽ, അതായത് ആര്? സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബർ, അതായത് ഓരോ മെമ്പറും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണോ സബ്സ്ക്രൈബേഴ്സ് മെമ്മോറാണ്ടം ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. അതേപോലെ ഒരു വിറ്റ്നസ് വേണം. അതായത് ഈ കാര്യങ്ങളെല്ലാം സത്യമാണ്, ഇവരുടെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെക്ക് ചെയ്തതാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ എന്ത് ചെയ്യണം? ജാമ്യം നിർത്തിയിട്ട് അയാളും എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. ഓക്കെ. പിന്നെ വേറൊരു സബ്സ്ക്രൈബ് റീസ് എ ബോഡി കോർപ്പറേറ്റ്, അഥവാ ഇപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വേറൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിക്ക് നമ്മൾ പറഞ്ഞു മറ്റൊരു കമ്പനിയെ എന്ത് ചെയ്യാം? ഷെയർസ് മേടിക്കാം. അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ വേറൊരു കമ്പനിയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടോ ആർട്ടിക്കിൾസോ അപ്പോൾ സൈൻ ചെയ്യുന്ന ആരായിരിക്കും? ആ കമ്പനിയിലെ ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും കീ മാനേജറിൽ പേഴ്സണലോ, അങ്ങനെ ആ കമ്പനി ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് സൈൻ ചെയ്യുന്നത്. ഏത്? MOAയും AOAയും. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? രജിസ്റ്റർ ഓഫീസിലെ കാര്യമാണ്. അതായത് എല്ലാ കമ്പനിക്കും എന്ത് വേണം? ഒരു രജിസ്റ്റർ ആയിട്ട് ഓഫീസ് വേണം. എപ്പോഴാണ്? കമ്പനി ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ട്, എടാ നമ്മുടെ കമ്പനിക്ക് ഒരു ഓഫീസ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് കമ്പനി നടത്തുന്നത്? അപ്പോൾ നമ്മൾ കമ്പനി ഇൻകോർപ്പറേറ്റ് നമ്മൾ മറ്റേ സ്പൈസ് പ്ലസിനകത്തൊക്കെ കയറി നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വന്ന് 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 30 ഡേയ്സ് കഴിഞ്ഞിട്ട്, ഇൻകോർപ്പറേഷൻ 30 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു രജിസ്റ്റർ അഡ്രസ്സ് 30 ദിവസത്തിനുള്ളിൽ, ഓക്കെ, വിത്തിൻ 30 ഡേയ്സ് ആണ്, വിത്തിനാണ് ഉള്ളിൽ നമുക്ക് എന്ത് വേണം? ഒരു രജിസ്റ്റർ ഓഫീസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? INC 22 പ്രകാരം ഫയൽ ചെയ്യണം. അപ്പം എവരി കമ്പനി ഷാഡ് എന്ത് ചെയ്യണം? ഈ രജിസ്റ്റർ ഓഫീസിൻ്റെ ഡീറ്റെയിൽസും പേരും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിൽ എഴുതി ഒട്ടിക്കണം.
ഓക്കെ, നമ്മുടെ എല്ലാ ഓഫീസിൻ്റെയും ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെജിബിൾ ലെറ്റേഴ്സിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലും അതേപോലെ തന്നെ ഇപ്പം മലയാളമാണ് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മലയാളം ലാംഗ്വേജിലും ഈ രണ്ട് ലാംഗ്വേജിലും നമ്മൾ പെയിൻറ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ സീലുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടായിരിക്കണം, ഈ ഒരു പേരുണ്ടായിരിക്കണം. പിന്നെ രജിസ്റ്റർ അഡ്രസ്സ്, സിന്ന്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, വെബ്സൈറ്റ് അഡ്രസ്സ്, ഇതെല്ലാം എന്ത് ചെയ്യണം, അതിൻ്റെ ലെറ്റേഴ്സിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഈ കമ്പനിയായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾക്കും ഇതിൻ്റെ ലെറ്റേഴ്സിനകത്തും എല്ലാം എന്തൊക്കെ ഉണ്ടായിരിക്കണം, കമ്പനിയുടെ നെയിം ഉണ്ടായിരിക്കണം, രജിസ്റ്റർ അഡ്രസ്സ് ഉണ്ടായിരിക്കണം, സിൻ ഉണ്ടായിരിക്കണം, അതായത് കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം, കമ്പനിയിലെ മെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം, ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം, വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഉണ്ടായിരിക്കണം. ഇവിടെ ഒഫീഷ്യലായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാത്തിലും കമ്പനിയുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കണം. കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസിന്റെ ഫ്രണ്ടിൽ നമ്മൾ പേരും അതേപോലെ തന്നെ സ്ഥലവും എല്ലാം കൂടെ അഫിക്സ് ചെയ്തിട്ട് കമ്പനിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. അത് ഏതൊക്കെ ഭാഷയിലാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലും വെർണാക്കുലർ ലാംഗ്വേജിലും വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ കമ്പനി എന്തെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ഒക്കെ പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടായിരിക്കണം, കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഈ കമ്പനിയുടെ പേര് മാറ്റി കഴിഞ്ഞാൽ പഴയ നെയിം കമ്പനിയുടെ പുതിയ നെയിമിന്റെ കൂടെ കണ്ടിരിക്കണം. എത്ര നാള്, 2 വർഷമെങ്കിലും കണ്ടിരിക്കണം. അതായത് ഇപ്പം പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിനൊക്കെ മനസ്സിലാവേണ്ടതാണ്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കമ്പനിയുടെ പേര് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലയൻസിനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനി മനസ്സിലാവണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എന്താണ്, പഴയ പേര് പുതിയ പേരിൻ്റെ കൂടെ 2 വർഷത്തേക്കെങ്കിലും അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഡിസിഷൻ മേക്കിംഗ് ആണ്. കമ്പനിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്, ഓർഡിനറി റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കും. ചില കാര്യങ്ങളിൽ നമുക്ക് ഓർഡിനറി റെസൊല്യൂഷൻ മതി, ചില കാര്യങ്ങളിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം മീറ്റിംഗിൽ. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെജോറിറ്റി ഒരാളെങ്കിലും കൈ പൊക്കി കഴിഞ്ഞാൽ ആ തീരുമാനം കമ്പനിയിൽ അങ്ങ് എടുക്കും. സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 3 ഇരട്ടി ആൾക്കാർ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ എതിർക്കുന്ന ആൾക്കാരെക്കാളും 3 ഇരട്ടി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കൂ. 2 പേര് എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് 6 പേര് സപ്പോർട്ട് ചെയ്യണം. അതാണല്ലോ 3 ഇരട്ടി. എന്നാലേ അവിടെ എന്ത് ചെയ്യൂ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കൂ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം 5 പേരുള്ളത് 3 പേര് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാകും. അതാണ് ഓർഡിനറി റെസൊല്യൂഷനും അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷനും. പിന്നെ നമ്മൾ ഇനി പഠിക്കാനുള്ളത് എന്താണ്, ഷിഫ്റ്റിംഗ് ഓഫ് രജിസ്റ്റർ അഡ്രസ്സ്. അപ്പം രജിസ്റ്റർ അഡ്രസ്സ് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലോക്കൽ ലിമിറ്റ്, നമുക്കിപ്പം എൻ്റെ കൊല്ലം സിറ്റിയിൽ എൻ്റെ രജിസ്റ്റർ ഓഫീസ് കൊല്ലത്ത് നിന്ന് എനിക്ക് എന്താ പള്ളിമുക്കിൽ നിന്ന്, കൊല്ലത്ത് ഉള്ള സ്ഥലമാണ് പള്ളിമുക്ക്, അവിടെ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് അയത്തിൽ. ഓക്കെ, അപ്പം പള്ളിമുക്കിൽ നിന്ന് അയത്തിലോട്ട് എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് മതി, സ്പെഷ്യൽ റെസൊല്യൂഷൻ മാത്രം മതി. ഓക്കെ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടത്തണ്ട. ആ സിറ്റിക്കുള്ളിലായതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഒരു എന്ത് മതി, ലോക്കൽ ലിമിറ്റ്സിനുള്ളിലായതുകൊണ്ട് തന്നെ എന്താ മതി, മെമ്പേഴ്സിന്റെ അപ്രൂവൽ, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴിയുള്ള മെമ്പേഴ്സിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കമ്പനി എടുത്ത് മാറ്റാൻ പറ്റും. ഓക്കെ, പള്ളിമുക്കിലോട്ട് മാറ്റി. പക്ഷേ ഇൻ കേസ് 2 പറയുന്നത് എന്താണ്, ഒരു ആർ ഒ സിയിൽ നിന്നും മറ്റൊരു ആർ ഒ സിയിലോട്ടാണ് മാറ്റുന്നത്. അതായത് ലോക്കൽ ലിമിറ്റ് മാറിയിട്ട് ഒരു ആർ ഒ സിയിൽ നിന്നും മറ്റൊരു ആർ ഒ സിയിലോട്ടാണ് ഞാൻ മാറ്റുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബോർഡ് റെസൊല്യൂഷൻ എടുക്കണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ എടുക്കണം. പിന്നെ ഡിക്ലറേഷൻ ഗിവൺ ബൈ കീ മാനേജർ പേഴ്സൺ ഓർ എനി 2 ഡയറക്ടേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ ബോർഡ് ദാറ്റ് കമ്പനി ഹാസ് നോട്ട് ഡിഫാൾട്ടർ ഇൻ പേയ്മെന്റ് ഓഫ് ഡ്യൂസ് ടു വർക്കേഴ്സ്. അതായത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊന്നും പൈസയൊന്നും കൊടുക്കാനില്ല, പണമൊന്നും ഇതുവരെ കൊടുക്കാനില്ല, എല്ലാം കംപ്ലീറ്റ്ലി കൊടുത്തു എന്നുള്ള ഡിക്ലറേഷൻ വരണം. പിന്നെ കൺസെന്റ് ഫ്രം ക്രെഡിറ്റേഴ്സ് ഹാഡ് ടു ബി ഒബ്റ്റൈൻ. അതായത് കമ്പനി പൈസ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ടല്ലോ, കമ്പനി ആകുമ്പോൾ നമ്മൾ കടമൊക്കെ മേടിച്ചെന്നിരിക്കും, കടം കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന്റെ കൺസെന്റ് കൂടെ വേണം. എന്നിട്ട് അപ്രൂവൽ ഫ്രം റീജിയണൽ ഡയറക്ടേഴ്സ് ഷാൾ ബി ടേക്കൺ. റീജിയണൽ ഡയറക്ടേഴ്സ് അതായത് ആർ ഡിയുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അപ്രൂവൽ മേടിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഡേറ്റും ദിവസമൊക്കെ നോക്കി വെച്ചോ നിങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതായത് ഒരു ആർ ഒസിൽ നിന്ന് മറ്റൊരു ആർ ഒസിലോട്ട് മാറ്റുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കണം. ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയ ശേഷം സ്പെഷ്യൽ റെസൊല്യൂഷൻ അടുത്ത് പാസ്സാക്കണം. അതിനുശേഷം ഒരു ഡിക്ലറേഷൻ വേണം. അതായത് എന്ത് ഡിക്ലറേഷനാണ്, നമ്മൾ ജോലിക്കാർക്കൊന്നും പൈസ ഒന്നും കൊടുക്കാനില്ല, എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അതിനുശേഷം പിന്നെന്താണ്, ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും കൺസെന്റ് ഒബ്റ്റൈൻ ചെയ്യണം. ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആർ ഡിയുടെ കയ്യിൽ നിന്നും അപ്രൂവൽ മേടിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ആർ ഒസിൽ നിന്ന് മറ്റൊരു ആർ ഒസിലോട്ട് മാറാൻ പറ്റൂ. ഇനി ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലോട്ടാണ് മാറുന്നെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുക്കണം. എനിക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് എൻ്റെ കമ്പനി ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫീസ് ഉൾപ്പെടെ ഫോം INC 23 ഞാൻ എന്ത് ചെയ്യണം, ഒരു ആപ്ലിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. അതിൻ്റെ കൂടെ ഈ താഴെ പറയുന്ന ഇത്രയും ഡോക്യുമെന്റ്സും വെക്കണം. അതായത് എന്ത്, ഈ നമ്മൾ ഈ അഡ്രസ്സ് മാറ്റിയിട്ടുള്ള, ഈ അൾട്രേഷൻ ചെയ്തിട്ടുള്ള മെമ്മോറാണ്ടത്തിന്റെ കോപ്പി അതിനുണ്ടായിരിക്കണം. അതായത് അതിനകത്ത് നമ്മുടെ മറ്റേ അഡ്രസ് ക്ലോസ് ഇല്ലയോടാ, അപ്പം അത് ചേഞ്ച് ആക്കിയിട്ടുള്ള, അൾട്രേഷൻ വരുത്തിയിട്ടുള്ള മെമ്മോറാണ്ടം നമ്മൾ വെച്ചേക്കണം.
പിന്നെ കോപ്പി ഓഫ് മിനിറ്റ്സ് ഓഫ് ജനറൽ മീറ്റിംഗ്. ഈ റെസൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ മാറ്റാം എന്നുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുള്ള മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? മിനിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന മിനിറ്റ്സ് ബുക്കാണത്. ഓക്കെ, അപ്പോൾ അതെല്ലാം അടങ്ങിയിട്ടുള്ള ആ ഒരു മിനിറ്റ്സിന്റെ കോപ്പി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ഈ ഡോക്യുമെന്റ് ആയിട്ട് വെക്കണം, ആപ്ലിക്കേഷന്റെ കൂടെ. പിന്നെ ബോർഡ് റെസൊല്യൂഷന്റെ കോപ്പി വെക്കണം. പിന്നെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിന്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ എല്ലാം പേരും ലിസ്റ്റും എല്ലാം കൊടുത്തിരിക്കണം. പിന്നെ ഒരു എംപ്ലോയിക്കും ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ഈ ഒരു ഷിഫ്റ്റിംഗ് കാരണം വരാൻ പാടില്ല. പിന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലും വെർണാക്കുലർ ലാംഗ്വേജിലും കൊടുക്കണം, നമ്മുടെ കമ്പനി മാറാൻ പോകുന്നുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു പേഴ്സന്റെ കയ്യിൽ നിന്നും ഈ അഡ്വർടൈസ്മെന്റ് വല്ലതും കണ്ടിട്ട് എന്തെങ്കിലും ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട് നീണ്ടു പോകും. പക്ഷെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഒബ്ജക്ഷനും വന്നില്ല എന്നുണ്ടെങ്കിൽ ആരും എന്താ ഇതിനെ എതിർക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം? മാറാൻ പറ്റും. അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറാൻ പറ്റും. ഓക്കെ, ഷിഫ്റ്റിംഗ് ഈസ് നോട്ട് അലൗഡ് ഇഫ് എനി ഇൻക്വയറി ഇൻസ്പെക്ഷനോ. അതായത് ഇപ്പം ഞാൻ കേരളത്തിലുള്ള എൻ്റെ കമ്പനിയാണ്, എനിക്കെതിരെ ഇവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഇന്ന് കേരളത്തിൽ നിന്ന് മാറ്റിയിട്ട് എനിക്ക് തമിഴ്നാട് കൊണ്ടുചെന്ന് എൻ്റെ കമ്പനി ഇടാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനോ ഇൻസ്പെക്ഷനോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. സർട്ടിഫൈഡ് കോപ്പി ഓഫ് ഓർഡർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവിംഗ് അൾട്ടറേഷൻ ഓഫ് മെമ്മോറാണ്ടം ഫോർ ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് കമ്പനി ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഷാൾ ബി ഫയൽഡ് ഇൻ INC 20 അലോങ് വിത്ത് ഫീ. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഇതിനെ അപ്രൂവ് ചെയ്തിട്ട് ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കോപ്പി ഉൾപ്പെടെ നമ്മൾ എവിടെ ചെന്ന് ഫയൽ ചെയ്യണം? നമ്മുടെ ROCയിൽ ചെന്നിട്ട് INC 28 എന്ന ഫോം പ്രകാരം ഈ ഓർഡർ കിട്ടി 28 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്യണം. അഥവാ സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ ഇത്രയും ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ അയക്കണം. എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇതിനെ അപ്രൂവ് ചെയ്ത് ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ INC 28 എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ രജിസ്റ്റർ എടുത്ത് കൊണ്ടുചെന്ന് ഫയൽ ചെയ്യണം, ഈ ഓർഡർ കിട്ടി 30 ദിവസത്തിനുള്ളിൽ. അപ്പം ഏത് ഫോമിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? INC 23 എന്ന് പറയുന്ന ഫോമിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി താഴോട്ട് പോകുമ്പോഴത്തേന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമ്മുടെ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ്. അതായത് പബ്ലിക് കമ്പനിക്ക് എന്തൊക്കെ ഇഷ്യൂ ഉണ്ട്? പബ്ലിക് ഇഷ്യൂ ചെയ്യാം, പ്രൈവറ്റ് പ്ലേസ്മെന്റ് ചെയ്യാം, ബോണസ് ഇഷ്യൂ ചെയ്യാം, റൈറ്റ് ഇഷ്യൂ ചെയ്യാം. പ്രൈവറ്റ് കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ ഈ സെയിം കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പ്രൈവറ്റ് പ്ലേസ്മെന്റും ബോണസ് ഇഷ്യൂ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ പറഞ്ഞു പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി പ്രോസ്പെക്ടസിന്റെ കേസാണ്. പ്രോസ്പെക്ടസ് ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇവിടെ പ്രൈവറ്റ് പ്ലേസ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഷാൾ ബി മെയ്ഡ് ഓൺലി ടു എ സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഹു ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ബൈ ദ ബോർഡ്. അതായത് ബോർഡ് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. അതായത് അവർക്ക് നമ്മൾ കൊടുക്കുവാണ് ഓഫർ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർസ് പർച്ചേസ് ചെയ്യാമെന്നുള്ള രീതിയിൽ. കമ്പനി മേക്കിംഗ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഷാൾ ഇഷ്യൂ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫർ ആൻഡ് ആപ്ലിക്കേഷൻ ഇൻ ഫോം PAS4 എന്ന ആപ്ലിക്കേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഹൂസ് നെയിം ആൻഡ് അഡ്രസ് ആർ റെക്കോർഡ് ബൈ ദ കമ്പനി ഇൻ സച്ച് എ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഐഡന്റിഫൈഡ് പേഴ്സൺ ഷാൾ പേ സബ്സ്ക്രിപ്ഷൻ മണി. അതായത് ഈ നമ്മൾ കണ്ടുപിടിച്ച ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുവാണ്, അപ്പോൾ അവരെന്ത് ചെയ്യണം? സബ്സ്ക്രിപ്ഷൻ മണി അയക്കണം. എങ്ങനെയാണ്? എയ്തർ ബൈ ചെക്ക് ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഒന്നെങ്കിൽ ചെക്കായിട്ടോ അല്ലെങ്കിൽ DD ആയിട്ടോ ഇവർക്ക് പൈസ അടയ്ക്കാം. കമ്പനി ഷാൾ നോട്ട് യൂട്ടിലൈസർ. ഈ നമ്മൾ ഈ റൈസ് ചെയ്ത മണി, അവരുടെ കയ്യിൽ നിന്ന് ഈ വാങ്ങിച്ച സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. എപ്പം വരെ? അലോട്ട്മെന്റ് ഈസ് മെയ്ഡ് ആൻഡ് റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് ഈസ് ഫയൽഡ് വിത്ത് രജിസ്ട്രാർ. അതായത് നമ്മുടെ അലോട്ട്മെന്റ് ഷെയർസ് അലോട്ട് ചെയ്യുന്നത് വരെ, നമുക്ക് ചെയ്യുന്നത് വരെ. അതായത് ഇവരിപ്പോൾ സബ്സ്ക്രിപ്ഷൻ മണി, നമ്മൾ മറ്റേ കമ്പനിയെ കുറിച്ച് പഠിക്കത്തില്ല, ആപ്ലിക്കേഷൻ മണി തന്നു, പിന്നെ അലോട്ട്മെന്റ് മണി തന്നു, പിന്നെ ഫസ്റ്റ് കാൾ തന്നു, സെക്കൻഡ് കാൾ തന്നു എന്നൊക്കെ. അപ്പം ഇവിടെ ആപ്ലിക്കേഷൻ മണി നമ്മൾ വെച്ചു, നമ്മുടെ കയ്യിൽ സ്വീകരിച്ച് വെച്ചു. അപ്പം അത് നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഉപയോഗിക്കാൻ പറ്റൂ? ഇവർക്ക് ഷെയർസ് അലോട്ട് ചെയ്ത ശേഷമേ നമ്മുടെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പൈസ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പം ഇഫ് കമ്പനി മേക്കിംഗ് ആൻ ഓഫർ ഷാൾ നോട്ട് അലോട്ട് ഇറ്റ് സെക്യൂരിറ്റീസ് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി. അതായത് നമ്മൾ ഈ പൈസ റിസീവ് ചെയ്ത് ആപ്ലിക്കേഷൻ മണി മേടിച്ചിട്ട് 60 ദിവസത്തിനുള്ളിൽ പോലും നമുക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നമുക്ക് പറ്റിയില്ല ഇവർക്ക് എന്ത് ഷെയർസ് അലോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പൈസ റീപേ ചെയ്ത് കൊടുക്കണം, തിരിച്ചവർക്ക് പൈസ കൊടുക്കണം. ഇഫ് ദ കമ്പനി ഫെയിൽസ് ടു റീപേ ദ മണി വിത്തിൻ ദ പീരീഡ്. അഥവാ നമുക്കിപ്പോൾ ആ പൈസയും തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ കമ്പനി ഷാൾ റീപേ ദ മണി വിത്ത്, നമ്മൾക്കിപ്പം ആ പൈസ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ പലിശയും കൂടി ചേർത്ത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് നല്ല നമ്മൾ ആദ്യമേ കൊടുക്കുന്നില്ലേ. ഇനി കിട്ടിയ മണി, ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടിയ മണി നമ്മൾ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വേണം മാറ്റി ഇട്ടേക്കാൻ വേണ്ടിയിട്ട്. അതായത് ഷെഡ്യൂൾഡ് ബാങ്കിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ മാറ്റി ഇട്ടേക്കണം. അതിന്റെ ഷാൾ യൂട്ടിലൈസ്, ഇത് നമ്മൾ എന്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ? ഒന്നെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് എന്താ
അപ്പം കൂടുതൽ കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് അലോട്ട്മെന്റ് മണിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് നമ്മളിവിടെ പഠിക്കുക പ്രോപ്പറായിട്ട്. കമ്പനി അക്കൗണ്ട്സിൽ ഈ കാര്യങ്ങളെല്ലാം ജേണൽ എൻട്രി ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ വ്യക്തമായിട്ട് പഠിക്കും. ഇനി റിട്ടേൺ ഓൺ അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് അണ്ടർ സെക്ഷൻ 42 ഷാൽ ബി ഫയൽഡ് വിത്ത്, അതായത് അലോട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് ഫയൽ ചെയ്യുന്നത്? രജിസ്റ്റർ അടുത്ത് കൊണ്ട് ചെന്ന് എന്ത് കാര്യം നടന്നാലും നമ്മൾ രജിസ്ട്രാറെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ROസിന് നമ്മൾ ഫയൽ ചെയ്യും. എത്ര ദിവസത്തിനുള്ളിൽ? അലോട്ട്മെന്റ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ PAS 3 എന്ന് പറയുന്ന ഫോമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? രജിസ്ട്രാറിനെ അറിയിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കമ്പനി ഇതൊന്നും കൂടാതെ എന്തെങ്കിലുമൊക്കെ പൈസ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഉടായ്പ വാങ്ങിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്ത് വരും? പെനാൽറ്റി നമ്മൾ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അത്രയും കാര്യമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഫുൾ പർട്ടിക്കുലേഴ്സും ഇവിടെ ഫിൽ പർട്ടിക്കുലേഴ്സ് അല്ല, ഫുൾ പർട്ടിക്കുലേഴ്സ് ആണ്. ഫുൾ പർട്ടിക്കുലേഴ്സ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് മെയ്ഡ് ഇൻ ഫോം ഏതാണ്? PS5 നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആർക്കൊക്കെ പറ്റും? നമ്മുടെ പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും എന്ത് പറ്റും? പ്രൈവറ്റ് പ്ലേസ്മെന്റ് പറ്റും. ഓക്കെ, പക്ഷെ പബ്ലിക് ഇഷ്യൂ ആർക്ക് മാത്രമേ പറ്റൂ? പബ്ലിക്കിന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് ആരുടെ മാത്രമേ പറ്റൂ? പബ്ലിക് കമ്പനിയുടെ ഷെയർസ് മാത്രമേ പറ്റൂ. ഇനി ഇവിടെ ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം ഏതൊക്കെ തരമുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്, അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉണ്ട്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ റിയൽ ഓണേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ എല്ലാവർക്കും കൊടുത്ത ശേഷമായിരിക്കും ഇപ്പം നമ്മുടെ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാൻ നേരത്ത് എല്ലാവരുടെയും ബാക്കി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവൈജർ ഹോൾഡേഴ്സിൻ്റെ എല്ലാവരുടെയും ലയബിലിറ്റി നമ്മൾ സെറ്റിൽ ചെയ്തതിന് ശേഷമായിരിക്കും ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുന്നത്. ഇനി ഈ പ്രിഫറൻസ് ഡിവിഡൻറ്റ്, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും ഷെയർ ഹോൾഡേഴ്സ് ആണ്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജ് നമ്മൾ മുൻകൂട്ടി അവരോട് പറയും. നിങ്ങളിപ്പം ഇത്ര രൂപ കൊടുത്ത് ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷം നമ്മളൊരു 12% വീതം ഡിവിഡൻഡ് തന്നോളാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഫിക്സഡ് ആയിട്ട് ഒരു പേഴ്സൻറ്റേജ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അവർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അവർ റിയൽ ഓണേഴ്സ് എന്ന് പറയാൻ കാരണം അവർക്ക് അങ്ങനെ ഒരു പേഴ്സൻറ്റേജ് ഇല്ല. കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം എന്നുള്ള രീതിയിലാണ് അവർക്ക് നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. അഥവാ ഇപ്പോൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എന്ത് ചെയ്യേണ്ട? പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ എന്താണ്? നമുക്ക് ഈ ഒരു എമൗണ്ട് കൊടുത്തേ പറ്റൂ. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് റേസ് ചെയ്യാനുള്ള വേറൊരു മാർഗ്ഗമാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത്. ഡിബഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോൺ പോലാണ്, കടപ്പത്രം എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് വർഷം അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. 10% എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് ആയിരിക്കും പേ ചെയ്യുന്നത്. പിന്നെ ഇവിടെ കുറേ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഡിബഞ്ചേഴ്സ് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർസ് ആക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ കുറേ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല. അത് കമ്പനി അക്കൗണ്ട്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർസിൻ്റെ കാര്യമൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ഷെയർസ് നമുക്ക് പ്രീമിയത്തിലൊക്കെ കൊടുക്കാൻ പറ്റും. അതായത് പ്രീമിയം, നമ്മുടെ ഷെയർസ് പ്രീമിയത്തിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ആ പ്രീമിയം കിട്ടുന്ന പൈസ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെക്കണം. അതെന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ബൈബാക്ക് ചെയ്യാൻ, ബോണസ് ഷെയർസ് കൊടുക്കാൻ, പ്രിലിമിനറി എക്സ്പെൻസ് എലിമിനേറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യം നമ്മൾ കമ്പനിയെ കുറിച്ച് ഇതെല്ലാം ജേണൽ എൻട്രി ഉൾപ്പെടെ പഠിക്കൂടാ. എന്നാ ചോദിക്കും ഇവിടെ പഠിക്കേണ്ടത്? ഇവിടെയും പഠിക്കണം. പിന്നെ ഇത് നമുക്ക് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് റെഗുലർ ക്ലാസ് ആവുമല്ലോ. നിങ്ങളിതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി ബോണസ് ഇഷ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കും. കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോണസ് ഇഷ്യൂ മെമ്പേഴ്സിന് ബോണസ് ആയിട്ട് ഷെയർസ് കൊടുക്കാൻ പറ്റും. അതായത് ഫ്രീ ആയിട്ട് അവർ പൈസ ഒന്നും തരാതെ ഇവർക്ക് നമുക്ക് ബോണസ് ആയിട്ട് വേണമെങ്കിൽ ഷെയർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ബോണസ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത്? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എവിടെയൊക്കെയാണ്? നമ്മുടെ ഫ്രീ റിസർവ്സ് ഉപയോഗിക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കാം, CRR അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഉപയോഗിക്കാം. കണ്ടീഷൻസ് ഒന്ന്, ആർട്ടിക്കിൾസിനകത്ത് ഉണ്ടായിരിക്കണം നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൊരു നിയമം. അത് റൂൾസ് റെഗുലേഷൻസും എല്ലാം നമ്മൾ എവിടെയാണ് കാണിക്കുന്നത് പറഞ്ഞു? AOAയിൽ. അപ്പം ആർട്ടിക്കിൾസിനകത്ത് ഓതറൈസേഷൻ ഉണ്ടായിരിക്കണം. കമ്പനി എന്ത് പാസ്സാക്കണം? ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഒരാളെങ്കിലും എന്ത് ചെയ്താൽ മതി? സപ്പോർട്ട് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡിനറി റെസൊല്യൂഷൻ അവിടെ പാസ്സാവും. ഓർഡിനറി റെസൊല്യൂഷൻ എടുക്കണം.
നോ ബോണസ് ഷെയർ ഷാൽ ബി ഇഷ്യൂഡ് ബൈ ക്യാപിറ്റലൈസിംഗ് റിസർവ്സ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്. അതായത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യരുത്, നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യരുത്. കമ്പനി ഷുഡ് നോട്ട് ബി ഡിഫോൾട്ടഡ് ഇൻ. കമ്പനി ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഡിഫോൾട്ട് വരുത്തിയിരിക്കരുത്. അഥവാ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബോണസ് ഇഷ്യൂ എക്സ്ട്രാ ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. ഏതൊക്കെ കാര്യങ്ങളാ, എംപ്ലോയീസിന് കൊടുക്കാനുള്ള ഡ്യൂസും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും ഇവർ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഡെപ്പോസിറ്റിനും ഡിബഞ്ചേഴ്സിനും നമ്മൾ പ്രോപ്പറായിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുള്ളവരായിരിക്കണം നമ്മുടെ കമ്പനി. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഷാൾ ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ്. അതായത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പൈസ മേടിച്ച് ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി കൊടുക്കണം. ബോണസ് ഷാൾ ബി ഇഷ്യൂഡ് ഇൻ ലിeu ഓഫ് ഡിവിഡൻറ്റ്. എന്താ ഷാൾ നോട്ട് ബി ഇഷ്യൂഡ് എന്നാണ്, അതായത് ഡിവിഡൻറ്റിന് പകരം നമുക്ക് ബോണസ് കൊടുക്കാൻ പറ്റില്ലെന്നാണ് ഇവിടെ. വൺസ് ബോണസ് ഇഷ്യൂ ഈസ് അനൗൺസ്ഡ് ഇറ്റ് ഷാൾ നോട്ട് ബി വിഡ്രോൺ ബൈ ദ കമ്പനി. അതായത് ബോണസ് ഇഷ്യൂ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ, അത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യാമെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തീരുമാനം വിഡ്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ബോണസ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് അധികം ഷെയർസ് കൊടുക്കുവാണ്. അതാണ് ബോണസ് ഇഷ്യൂ. ഇനി ബൈബാക്ക് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ബൈബാക്ക് ഈസ് ദ റീ അക്വിസിഷൻ ബൈ എ കമ്പനി ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ്. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയർസ് പൈസ അവർക്ക് കൊടുത്തിട്ട് തിരിച്ച് മേടിക്കുവാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഷെയർസ് മേടിച്ചേക്കുന്ന എ എന്ന് പറഞ്ഞൊരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ പൈസ തിരിച്ച് കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഷെയർസ് തിരിച്ച് മേടിക്കുവാണ്. അപ്പം ഈ ഷെയർസ് തിരിച്ച് മേടിക്കുമ്പോൾ നമുക്ക് പൈസ കൊടുക്കണമല്ലോ അയാൾക്ക്. ആ പൈസ എവിടെ നിന്നൊക്കെ എടുക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എടുക്കാം, ഫ്രീ റിസർവ്സിൽ നിന്ന് എടുക്കാം, പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ ഓഫ് അതർ കൈൻഡ് ഓഫ് ഷെയർസ്. അപ്പോൾ വേറെ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് വേണ്ടി ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ബൈബാക്കിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓതറൈസേഷൻ വേണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ. പിന്നെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ താഴോട്ട് പറയുന്നുണ്ട്. അതിനകത്തൊന്ന്, ഇഫ് ദ ബൈബാക്ക് ഈസ് മോർ ദാൻ 10% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ്. അതായത് നമ്മൾ ഈ ബൈബാക്ക് ചെയ്യുന്ന ഷെയർസ് എന്ന് പറയുന്നത് നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവ്സിൻ്റെയും കൂടെ 10% മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ മതി. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിചാരിച്ച് കഴിഞ്ഞാൽ അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ബൈബാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെമ്പേഴ്സിനെ വിളിച്ചിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, 3 ഇരട്ടി ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യണം. അടുത്തത്, ദ ബൈബാക്ക് ഇൻ എനി ഫിനാൻഷ്യൽ ഇയർ ഷാൾ നോട്ട് എക്സീഡ് 25% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിലും എന്താ, ബൈബാക്ക് 25% പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് പുറത്ത് പോകരുത്. അതിൻ്റെ എനി ടൈം അഗ്രിഗേറ്റ് ഓഫ് ബൈബാക്ക്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതുവരെ ഉള്ളത് ഫുൾ ബൈബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവ്സിൻ്റെയും 25% മുകളിൽ പോകരുത്. അതായത് ഈ വർഷം നമ്മൾ ബൈബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ബൈബാക്ക് 25% പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ പുറത്ത് പോകരുത്. പിന്നെ നമ്മൾ ഇത്രയും വർഷങ്ങൾ ചെയ്തേക്കുന്ന, അതായത് 2013 തൊട്ട് നമ്മൾ ബൈബാക്ക് ചെയ്യുകയാണ് 2026 വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈബാക്ക് എന്ന് പറയുന്നത് പെയ്ഡപ്പിൻ്റെയും അതേപോലെ തന്നെ ഫ്രീ റിസർവ്സിൻ്റെയും ടോട്ടലിൻ്റെ 25%-ന് മുകളിൽ പോകാൻ പാടില്ല. ഓക്കെ, ഈ വർഷമാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് ക്യാപിറ്റലിൻ്റെ മാത്രം 25%-ന് മുകളിൽ പോകരുത്. മൊത്തത്തിൽ അഗ്രിഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ബൈബാക്ക് പെയ്ഡ് ക്യാപിറ്റലിൻ്റെയും അതേപോലെ തന്നെ ഫ്രീ റിസർവ്സിൻ്റെയും 25%-ന് മുകളിൽ പോകരുത്. അതേപോലെ തന്നെ ബൈബാക്കിന് ശേഷം 2:1 റേഷ്യോയിൽ നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓൾ ഷെയർസ് ബോട്ട് ബാക്ക് ഷാൾ ബി പെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ്. അതായത് തിരിച്ച് മേടിക്കുന്നതിനെല്ലാം നമ്മൾ കറക്റ്റ് പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നോ ഓഫർ ഫോർ ബൈബാക്ക് ഷാൾ ബി മെയ്ഡ് വിത്തിൻ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് പ്രീവിയസ് ബൈബാക്ക്. അതായത് ബൈബാക്ക് കഴിഞ്ഞിട്ട് അടുത്ത 1 വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത ബൈബാക്ക് ചെയ്യാൻ പറ്റൂ. അതിനിടയ്ക്ക് വീണ്ടും ബൈബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ബൈബാക്ക് ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 12 months ഫ്രം ദ ഡേറ്റ് ഓഫ് ബോർഡ് റെസൊല്യൂഷൻ ഓർ സ്പെഷ്യൽ റെസൊല്യൂഷൻ. അഥവാ ബോർഡ് റെസൊല്യൂഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്താണ്, ഇതിന് താഴെയാണെങ്കിൽ 10%-ന് താഴെയാണെന്നുണ്ടെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈബാക്ക് ചെയ്യുന്നത്. അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യും, നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കും. ഈ 2 കേസ് ആണെങ്കിൽ പോലും നമ്മൾ ബൈബാക്ക് എന്ത് ചെയ്യണം, 12 മാസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് റെസൊല്യൂഷൻ പാസ്സാക്കി അടുത്ത 12 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ബൈബാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനിയും താഴോട്ട് കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്, കമ്പനി ഷാൾ ബിഫോർ മേക്കിംഗ് എ ബൈബാക്ക് നടത്തുന്നതിന് മുമ്പ് ഫയൽ വിത്ത് ROC ആൻഡ് സെബിയിലും ROCയിലും നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം എ ഡിക്ലറേഷൻ. എന്താണ്, ഈ ഒരു എന്താ ബൈബാക്ക് നടത്തുന്നതോട് കൂടി എൻ്റെ കമ്പനി എന്ത് ആവത്തില്ല, സോൾവൻസിയിലോട്ട് പോകത്തില്ല, അഥവാ എന്താ പാപ്പരായി പോകത്തില്ല എന്ന്. അടുത്തൊരു ഒരു വർഷത്തേക്ക് ഒരു കാരണവശാലും എൻ്റെ കമ്പനി പാപ്പരായി പോകത്തില്ല എന്നൊരു അഫിഡവിറ്റ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ്, നമ്മൾ ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൈസ കൊടുക്കുകയില്ലൂടെ ഇവർക്ക്. അഥവാ ഇപ്പം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസ്
അവരുടെ കയ്യിൽ ഇരിക്കുന്നത് നമ്മൾ തിരിച്ചു വേണ്ടി പൈസ കൊടുക്കുമല്ലയോ. അപ്പം അങ്ങനെ പൈസ കുറേ പോകുന്ന സമയത്ത് നമ്മുടെ കമ്പനി ചിലപ്പോൾ പാപ്പരായിട്ട് മാറത്തില്ലയോ. അങ്ങനെ മാറത്തില്ലെന്നൊരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു കാരണവശാലും ഈ ബൈബാക്ക് കാരണം എൻ്റെ കമ്പനി എന്ത് ചെയ്യത്തില്ല, പാപ്പരായിട്ട് മാറത്തില്ലെന്ന് പറയണം. സച്ച് അഫിഡവിറ്റ് ഷാൾ ബി, ഈ പറയുന്ന ഈ ഡിക്ലറേഷൻ എന്ത് ചെയ്യണം, 2 ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനകത്ത് ഒരാൾ മാനേജിങ് ഡയറക്ടറും ആയിരിക്കണം. കമ്പനി എന്നിട്ട് ഈ സാധനം തിരിച്ചു മേടിച്ചിട്ട് അടുത്ത 7 ദിവസത്തിനുള്ളിൽ നശിപ്പിച്ച് കളയുകയും വേണം. കമ്പനി ഷാൽ നോട്ട് മേക്ക് ഫർദർ ഇഷ്യൂ, ഈ സെയിം കൈൻഡ് ഓഫ് നമ്മൾ ബൈബാക്ക് ചെയ്ത ആ ഒരു സെയിം കൈൻഡ് ഓഫ് ഷെയർസ് ഒരിക്കലും ഇവർക്ക് അടുത്തൊരു 6 മാസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യാനും പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് നമ്മുടെ ബൈബാക്കിൽ. ഇത്രയും പോയിന്റ്സ് ഒക്കെ എഴുതിയാൽ മതിയല്ലേ, ഒരു 7 മാർക്കിനൊക്കെ ചോദിക്കുന്നെങ്കിൽ ഇത് തന്നെ ധാരാളം. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ, ഇതിന്റെ സോഴ്സ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പൈസ എടുക്കാൻ പറ്റുന്നത്, സെക്യൂരിറ്റി സ്ട്രീം അക്കൗണ്ടിൽ നിന്ന്, ഫ്രീ റിസർവ്സിൽ നിന്ന്, അല്ലെങ്കിൽ പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ ഓഫ് അതർ കൈൻഡ് ഓഫ് ഷെയർസിൽ നിന്ന്, പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇത് കാണണം. 10% പെയ്ഡ് ക്യാപിറ്റലിൻ്റെ ഫ്രീ റിസർവ്സിൻ്റെയും 10% താഴെയാണെന്ന് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ മതി. മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എടുക്കണം. പിന്നെ ഒരു വർഷം നമുക്ക് ഫിനാൻഷ്യൽ ഇയറിൽ 25% പെയ്ഡ് ക്യാപിറ്റൽ താഴെ ബൈബാക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ അഗ്രിഗേറ്റ് മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ബൈബാക്കിൻ്റെയും പെയ്ഡ് ക്യാപിറ്റലിൻ്റെയും കൂടെ 25% താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റൂ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം, 2:1 എന്ന റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓൾ ദ ഷെയർസ് ബോണ്ട് ബാക്ക്, അതായത് തിരിച്ച് നമ്മൾ ബോണ്ട് ബാക്ക് ചെയ്തതെല്ലാം ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ ബൈബാക്ക് എന്ത് ചെയ്യണം, നമ്മൾ 12 മാസത്തിനുള്ളിൽ തീർക്കണം. പിന്നെ നമ്മൾ എന്താ, ഒരു ബൈബാക്ക് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അടുത്ത ബൈബാക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഇവരെന്ത് ചെയ്യണം, ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണം. അതായത് അതിനകത്ത് ഒന്ന് ഡയറക്ടറോ ഒരു മാനേജിങ് ഡയറക്ടറോ എന്ത് ചെയ്യണം, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്ത് പറഞ്ഞുകൊണ്ട്, അഥവാ നമ്മുടെ ഈ ഒരു ബൈബാക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ കമ്പനി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യത്തില്ല, സോൾവൻസിലോട്ട് പോകത്തില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഷെയർസ് ബൈബാക്ക് ചെയ്തിട്ട് ഈ ഷെയർസ് അടുത്ത 7 ദിവസത്തിനുള്ളിൽ നശിപ്പിച്ചും കളയണം. അത്ര എഴുതിയാൽ മതി. പിന്നെ സെറ്റിക്വിറ്റി ഷെയർസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. റിഡംഷൻ്റെ കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഡിബഞ്ചേഴ്സിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിബഞ്ചേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി ഇഷ്യൂ ഓൺ ഡിബഞ്ചേഴ്സ് കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പറയാം. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. ഡിബഞ്ചർ ട്രസ്റ്റി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് ഡിബഞ്ചർ ട്രസ്റ്റി, അപ്പം ഡിബഞ്ചർ ട്രസ്റ്റിയുടെ ഡ്യൂട്ടീസ് നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Debenture trustee is satisfy himself that letter of offer does not contain any matter which is inconsistent with the terms of issued debentures or with the trust deed. അഥവാ ട്രസ്റ്റ് ഡീഡും, ഇത് ഞാൻ ഒന്നുകൂടെ മെയിലിൽ നിന്ന് പറഞ്ഞുതരാം, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യം ഡിബഞ്ചർ ട്രസ്റ്റി ആരാണെന്ന് അറിയണം, അതിനുശേഷമേ അയാളുടെ, അതായത് ആദ്യമേ ഇയാൾ ആരാണെന്ന് അറിഞ്ഞാലല്ലേ പിന്നെ ഇയാളെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. അല്ല ചാടിക്കറിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും. ഡിബഞ്ചർ ട്രസ്റ്റി ഈസ് അപ്പോയിൻഡ് ബൈ ദ കമ്പനി ആഫ്റ്റർ കംപ്ലൈൻ വിത്ത് ഫോളോയിങ് കണ്ടീഷൻസ്. താഴെ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ കംപ്ലൈ ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചർ ട്രസ്റ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെയിം ഓഫ് ദ ഡിബഞ്ചർ ട്രസ്റ്റി ഷാൽ ബി സ്റ്റേറ്റഡ് ഇൻ ദ ലെറ്റർ ഓഫ് ഓഫർ ഇൻവൈറ്റിംഗ് ദ സബ്സ്ക്രിപ്ഷൻ ഫോർ ഡിബഞ്ചേഴ്സ് ആൻഡ് ആൾസോ ഇൻ സബ്സിക്വന്റ് നോട്ടീസസ്. അതായത് നമ്മൾ ഈ ഡിബഞ്ചർ നമുക്ക് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ കൊടുക്കുന്ന സബ്സിക്വന്റ് നോട്ടീസിനകത്ത് എന്ത് ചെയ്യണം, ഡിബഞ്ചർ ട്രസ്റ്റിയുടെ പേര് കാണണം. അതുപോലെ തന്നെ ഡിബഞ്ചർ ട്രസ്റ്റി എന്ത് ചെയ്യണം, ഒരു റിട്ടേൺ കൺസെന്റ് കൊടുക്കണം. എന്തിനാ, ഷാൽ ബി ഒബ്ടൈൻഡ് ഫ്രം സച്ച് ഡിബഞ്ചർ ട്രസ്റ്റി, അതായത് ഇയാളാണ് ഡിബഞ്ചർ ട്രസ്റ്റി എന്നുള്ള രീതിയിൽ ഇയാൾ എന്ത് ചെയ്യണം, ഒരു റിട്ടേൺ കൺസെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. എ സ്റ്റേറ്റ്മെന്റ് ടു ദ എഫക്ട് ഓഫ് ഒബ്ടൈനിങ് എ കൺസെന്റ് ലെറ്റർ ഷാൾ അപ്പിയർ ഇൻ ദ ലെറ്റർ ഓഫ് ഓഫർ ഇഷ്യൂഡ് ഫോർ ഇൻവൈറ്റിംഗ് ദ സബ്സ്ക്രിപ്ഷൻ ഓഫ് ദ ഡിബഞ്ചേഴ്സ്. അഥവാ എന്ത് ചെയ്യണം, ഇയാളുടെ കൺസെന്റ് ലെറ്റർ നമ്മൾ എന്തിൽ കാണിക്കണം, ഈ ഓഫർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന നോട്ടീസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ലെറ്റർ ഉണ്ടല്ലോ അതിനകത്ത് ഡിബഞ്ചർ ട്രസ്റ്റിയുടെ പേരുണ്ടായിരിക്കണം. മേളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കിയോ. ഇഫ് ദ സബ്സ്ക്രൈബേഴ്സ് ടു ഡിബഞ്ചേഴ്സ് എക്സീഡ് 500, അതായത് ഈ ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ 500 കൂടി കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചർ ട്രസ്റ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ഡിബഞ്ചർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ 500 കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിബഞ്ചർ ട്രസ്റ്റി അപ്പോയിന്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം മനസ്സിലായാലോ ഡിബഞ്ചർ ട്രസ്റ്റി എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന്. 500 കൂടുമ്പോഴാണ് നമ്മൾ ഡിബഞ്ചർ ട്രസ്റ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ അതിനുശേഷം ഇയാൾ റിട്ടേൺ കൺസെന്റ് വേണം, ഇയാളുടെ പേരൊക്കെ നോട്ടീസിനകത്തും കാര്യങ്ങളിലൊക്കെ കാണിച്ചിരിക്കണം. പിന്നെ കുറേ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, താഴെ പറയുന്ന കുറേ ആൾക്കാരെ നമുക്ക് ഡിബഞ്ചർ ട്രസ്റ്റിയായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവരെ നമുക്ക് ഡിബഞ്ചർ ട്രസ്റ്റി ആക്കാൻ പറ്റുമോ, ഇല്ല. പ്രൊമോട്ടറോ ഡയറക്ടറോ കീ മാനേജർ പേഴ്സണലോ വല്ലതും ആണെങ്കിൽ പറ്റുമോ, ഇല്ല. പിന്നെ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും പൈസ എങ്ങാണോ അത് സ്വീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ അവരെ പറ്റൂ, ഇല്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല.
കമ്പനിയിൽ ഇൻഡപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് കമ്പനിക്ക് പൈസ കൊടുക്കാനോ കമ്പനി പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിബഞ്ചർ ട്രസ്റ്റ് ആക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രൊമോട്ടറിൻ്റെയോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിലുള്ള ഏതെങ്കിലും ഒരു പേഴ്സൻ്റെയോ റിലേറ്റീവോ വല്ലോ പാർട്ണറോ വല്ലോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിബഞ്ചർ ട്രസ്റ്റ് ആക്കിയിട്ട് ആ ആളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അതായത് ഡിബഞ്ചർ ട്രസ്റ്റ് അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇപ്പോൾ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പ്രോപ്പറായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ട്രസ്റ്റിയുടെ ജോലി എന്താണ്? 500 പുറത്ത് പോകുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാരില്ലൂടാ, 500 പേര് ഇപ്പോൾ മുകളിലൊക്കെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പേ ചെയ്യണ്ടേ, അതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നോ എന്ന് നോക്കാനും, ഈ ഫണ്ടൊക്കെ നമ്മൾ എവിടെയാണ് ഈ ഡിബഞ്ചർ വെച്ച് റേസ് ചെയ്ത ഫണ്ടൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാനും ഉള്ള കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിബഞ്ചർ ട്രസ്റ്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇയാൾ നോക്കും കമ്പനിയിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ പൈസയൊക്കെ എടുത്തിട്ട് കമ്പനി നഷ്ടത്തിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവര് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഇത് അറിയിക്കും. അപ്പം അതാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനെ ഇത് അറിയിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ ഡിബഞ്ചർ ട്രസ്റ്റ് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇൻ ഡെപ്പോസിറ്റിന്റെ കാര്യം നിങ്ങളൊന്ന് നോക്കുക. ഡെപ്പോസിറ്റിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ്സ് എനി റെസിപ്പിയന്റ് ഓഫ് മണി ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ് ഓർ ലോൺ ഇൻ എനി ഫോം ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്തല്ല, ഡെപ്പോസിറ്റ് അല്ല. ബാക്കിയെല്ലാം ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ അല്ലെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് എന്താ, വേറൊരു പൈസ, വേറൊരു കമ്പനിയിൽ നിന്ന് കിട്ടിയ പൈസ, ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കിട്ടിയ പൈസ, ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടിയ പൈസ, പ്രൊമോട്ടറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ, പിന്നെ ബിസിനസ് നടത്തി കിട്ടിയ പൈസ, ഇതൊന്നും നമുക്ക് എന്തല്ലടാ, ഡെപ്പോസിറ്റ് അല്ല. അപ്പോൾ ഇത് വേറെ കുറച്ചേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ബൈബാക്ക്. ഇനി മീറ്റിങ്ങിൻ്റെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. കമ്പനിയിൽ 2 തരം മീറ്റിംഗ് നടത്തും. നമ്മൾ പറഞ്ഞു നേരത്തെ, ആനുവൽ ജനറൽ മീറ്റിങ്ങും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങും. മീറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ നോട്ടീസ് അയക്കും. ആർക്കൊക്കെ അയക്കും? മെമ്പേഴ്സിന് അയക്കും, ഡയറക്ടേഴ്സിന് അയക്കും, ഓഡിറ്റേഴ്സിന് അയക്കും. പിന്നെ മരിച്ചുപോയ ഏതെങ്കിലും മെമ്പർ ഉണ്ടെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അയക്കും. പിന്നെ ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള പാപ്പരായി പോയ ഏതെങ്കിലും മെമ്പർ ഉണ്ടെങ്കിൽ അവർക്ക് അയക്കും. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അയക്കും. പിന്നെ നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണും? ടൈം കാണും, ഡേറ്റ് കാണും, ഡേ കാണും, പ്ലേസ് കാണും. ഇവിടെ എവിടെയാണ് ഈ മീറ്റിംഗ് നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇവിടെ കൊടുക്കും, ആ നോട്ടീസിൽ കൊടുക്കും. നോട്ടീസിൽ പിന്നെ അജണ്ട കാണും, പ്രോക്സി ഫോം. പ്രോക്സി മീൻസ് എന്താണ്? ഇപ്പം എനിക്കിന്ന് മീറ്റിങ്ങിന് പോകാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ, ഇന്ന് അവിടെ മീറ്റിങ്ങിൽ എന്തോ ഒരു കാര്യം, സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്തോ പാസ്സാക്കുന്നുണ്ട്, അപ്പം വോട്ട് ചെയ്യാൻ പോകണം അവിടെ. റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ വോട്ട് ചെയ്യലൂടാ. അപ്പോൾ അവിടെ മെജോറിറ്റി നോക്കിയിട്ടല്ലേ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഈ പ്രോക്സി ഫോം എനിക്ക് അയക്കുമ്പോൾ ഞാൻ അതിനകത്ത് വേറെ ആളിനെ, എൻ്റെ ഭാര്യ പേരൊക്കെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് തിരിച്ച് കൊടുത്ത് വിടും. അന്നേരം എന്ത് ചെയ്താൽ മതി, പ്രോക്സി ഫോം ആയിട്ട് കൊടുക്കുമ്പം എനിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല, ഞാൻ ബിസിയാണ്, എനിക്ക് പകരം വേറെ ആളാണ് വരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോക്സി ഫോമും കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ചെന്ന് വോട്ടിട്ട് വരാം. പക്ഷേ അയാൾ ഡമ്മിയാണ്. അയാൾക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കിടന്നലയ്ക്കാനോ അഭിപ്രായം എനിക്ക് താല്പര്യമില്ലെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ആകെ പോവുക, വോട്ടിടുക, വരിക. അതാണ് പ്രോക്സി എന്ന് പറയുന്നത്. പക്ഷേ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിലോ, അവർക്ക് അവിടെ സംസാരിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ അപ്പം ഞാൻ പറയാം, എ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് ബി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിക്ക് നേരിട്ട് എന്തായാലും അവിടെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടെ പോയി കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് കിട്ടേണ്ട അതേ അധികാരം, അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സിൻ്റെ അതേ അധികാരം ഉണ്ട്, ഈ റെപ്രസെൻറ്റേറ്റീവിനും കിട്ടും. പക്ഷേ ഇപ്പം ഞാൻ എ എന്ന് പറയുന്ന ഒരു കമ്പനി, ബി എന്ന് പറയുന്ന ഞാൻ, അല്ലെങ്കിൽ അശ്വിൻ എന്ന് പറയുന്ന ഞാൻ, അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. പകരം ഞാൻ പ്രോക്സി ഫോമൊക്കെ ഫില്ല് ചെയ്ത് എൻ്റെ പ്രോക്സിയെ പറഞ്ഞു വിട്ടു, അതായത് എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞു വിട്ടു. അവിടെ ചെല്ലുമ്പോൾ അവൻ ഇവിടെ കിടന്ന അഭിപ്രായമൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ എന്ത് ചെയ്താൽ മതി, വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ മതി. അത്രയും കാര്യങ്ങളേ ഉള്ളൂ അവിടെ. അപ്പം അത്രയും കാര്യങ്ങൾ. പിന്നെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്, അതായത് സ്പെഷ്യൽ ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് നോർമലായിട്ടുള്ളതല്ലാതെ എന്തെങ്കിലും അധിക കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതിനെയാണ് സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൂടെ കൂടുതലുണ്ടായിരിക്കണം. പിന്നെ നോട്ടീസ് 21 ദിവസം മുമ്പേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ 23 ദിവസം മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ജനറൽ മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നുള്ളത്, ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള നോട്ടീസ് അവർക്ക് 23 ദിവസം മുമ്പേ, പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 23 ദിവസം മുന്നേയും, അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ 21 ദിവസം മുന്നേ നമ്മൾ അയച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്തൊക്കെ തരം കാര്യങ്ങളാണ് നമ്മൾ ജനറൽ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഉണ്ട്, ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്. ആനുവൽ ജനറൽ മീറ്റിംഗ് വർഷാവർഷം നടക്കുന്നു. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നമ്മൾ ആവശ്യം വരുമ്പോൾ വിളിക്കുന്നു. എന്തോ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി ബിസിനസ്സും ഉണ്ട്, സ്പെഷ്യൽ ബിസിനസ്സും ഉണ്ട്. ഓർഡിനറി ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം പ്രത്യേകിച്ച് പെട്ടെന്ന് വരുന്ന തീരുമാനമല്ല. ഉദാഹരണം പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ നോക്കുന്നത്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്, വർഷാവർഷം വേണ്ടുന്ന കാര്യമാണല്ലോ ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഡയറക്ടറിനെ, അതായത് റിട്ടയർ ചെയ്യുന്ന ഡയറക്ടറിന് പകരം പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ ഓഡിറ്ററിനെ
അപ്പോയിന്റ് ചെയ്തിട്ട് അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് ജനറൽ മീറ്റിങ്ങിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓർഡിനറി ആയിട്ടുള്ള ബിസിനസ്സസ്. അപ്പോൾ ഈ ഓർഡിനറി ബിസിനസ് ഈ 4 കാര്യമല്ലാതെ വേറെ എന്ത് കാര്യം നമ്മൾ തീരുമാനം എടുത്താലും അതിനെ എന്താണ് പറയുന്നത്? സ്പെഷ്യൽ ബിസിനസ് എന്നാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങളാണ് ഓർഡിനറി ബിസിനസ്. നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന 4 കാര്യങ്ങൾ മീറ്റിങ്ങിൽ. ഇത് കൂടാതെ എന്ത് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാലും അതിനെ പറയുന്നത് എന്താണ്? സ്പെഷ്യൽ ബിസിനസ് എന്നാണ് പറയുന്നത്. ഇനി കോറം. അതായത് മീറ്റിംഗ് നടത്താൻ ഞാൻ തീരുമാനിച്ചപ്പോഴത്തേനും അവിടെ മീറ്റിങ്ങിന് ആരും വന്നില്ല. ഞാൻ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ എനിക്ക് മീറ്റിംഗ് നടത്തിയിട്ട് ഞാനേ ഉള്ളായിരുന്നുള്ളൂ. എൻ്റെ തീരുമാനം നടക്കട്ടെ എന്നും പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പം 100 പേരുള്ളൊരു കമ്പനിയിൽ മിനിമം ഇത്ര പേര് വരണം എന്നുള്ള കുറേ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ കോറത്തിനകത്ത് പറയാൻ പോകുന്നത്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹൂ ഷാൽ പ്രസന്റ് അറ്റ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ വരേണ്ട മിനിമം നമ്പർ ഓഫ് ആൾക്കാരെയാണ് കോറം എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ മിനിമം 2 പേരെങ്കിലും മീറ്റിങ്ങിന് വരണം. പബ്ലിക് കമ്പനിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താ അൺലിമിറ്റഡ് ആയിട്ട് മെമ്പേഴ്സ് അവിടെ വരാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എടാ, പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ അൺലിമിറ്റഡ് ആയിരിക്കും, എത്ര പേർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 200 പേർക്ക് മെമ്പർ ആവാൻ പറ്റൂ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ 7 തൊട്ട് 1000 വരെ മെമ്പേഴ്സാണ് ഉള്ളതെങ്കിൽ മിനിമം 5 പേരെങ്കിലും വരണം. 1000-നും 5000-നും ഇടയിലാണ് മെമ്പേഴ്സ് ആ കമ്പനിയിൽ ഉള്ളതെങ്കിൽ 15 പേര് വരണം. 5000 കൂടുതൽ മെമ്പേഴ്സ് പബ്ലിക് കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ 30 പേരെങ്കിലും എന്ത് ചെയ്യണം? മീറ്റിങ്ങിന് വരണം. എന്നാലേ കോറം തികഞ്ഞു എന്ന് പറയാൻ പറ്റൂ. കോറം തികഞ്ഞാൽ മാത്രമേ എടുക്കുന്ന തീരുമാനങ്ങളായി എന്ന് പറയാൻ പറ്റൂ. റെസൊല്യൂഷൻ പാസ്സായി എന്ന് പറയാൻ പറ്റൂ. അപ്പം 5000 പേരല്ല 6000 പേരും വന്നിട്ട് 6000 പേര് കമ്പനിയിലുണ്ട്, പബ്ലിക് കമ്പനിയിലുണ്ട്. പക്ഷേ അതിനകത്ത് 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ കോറം തികഞ്ഞോ? ഇല്ല. അവരെടുക്കുന്ന തീരുമാനം വില ഉണ്ടോ? ഇല്ല. അപ്പോൾ കോറം പ്രസന്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഈ സെയിം സമയത്തോട്ട് ഇപ്പം ഇന്ന് 1/10/12 ഞാൻ എന്ത് ചെയ്തു? മീറ്റിംഗ് വെച്ചു. ആരും വന്നില്ല, അല്ലെങ്കിൽ കോറം തികഞ്ഞില്ല. കോറം 5000 പേര് പുറത്തുള്ള കമ്പനിയായിരുന്നു, 30 പേരൊന്നും വന്നില്ല, 10 പേരെ വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യത്തില്ല. കറക്റ്റ് അടുത്ത വീക്കിലോട്ട് മാറ്റി വെക്കും. 7/10/12 ആ സെയിം ഡേ സെയിം ദിവസം ആ സെയിം ടൈമിലോട്ട് നമ്മൾ മാറ്റി വെക്കും. ഓക്കെ. എന്നിട്ട് ഈ അഡ്ജേൺഡ് മീറ്റിംഗ് മാറ്റി വെച്ചു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നോട്ടീസ് അയക്കും. നോട്ടീസ് അയക്കുന്ന പോസിബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ അറിയിക്കും. ഓക്കെ. അപ്പം അഡ്ജേൺഡ് മീറ്റിങ്ങിലും വന്നില്ല, 30 പേര് തികഞ്ഞില്ല, 10 പേരെ ഉള്ളെന്നുണ്ടെങ്കിൽ 2 പേര് കുറയാത്ത ഒരു സംഖ്യ എന്ത് ചെയ്യും? കോറമായിട്ട് അങ്ങ് തീരുമാനിക്കും. എന്നിട്ട് അവരെടുക്കുന്ന റെസൊല്യൂഷൻ പാസ്സായെന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ജനറൽ മീറ്റിങ്ങും പ്രൊസീജിയറും ഉണ്ട്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പ്രോക്സിയുടെ കാര്യം നമ്മൾ പറഞ്ഞാണ് പ്രോക്സി എന്താണെന്നുള്ളത്. പ്രോക്സി എന്താണ്? ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പകരം പോകുന്നയാളെയാണ് പ്രോക്സി എന്ന് പറയുന്നത്. എനിക്ക് പകരം അവിടെ ചെന്നിരുന്നിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാനൊന്നും പറ്റത്തില്ല. വോട്ടിടുക, തിരിച്ചു പോരുക, ഇത്രയും കാര്യമേ പറ്റൂ. അടുത്ത പ്രോക്സിക്ക് റെപ്രസെന്റ്. ഈ പ്രോക്സിക്ക് എന്ത് പറ്റും? 50 മെമ്പേഴ്സിനെങ്കിലും, അതായത് എനിക്ക് ഒരു 50 മെമ്പേഴ്സിന് പകരം ഒരു പ്രോക്സി നമുക്ക് പറഞ്ഞു വിട്ടാൽ മതി. പക്ഷേ ഈ 50 മെമ്പേഴ്സിന്റെ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 10% താഴെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യൂടാ? ഈ പ്രോക്സി എന്നിട്ട് ഇപ്പം ഒരു തീരുമാനം പറയുമ്പോൾ പ്രോക്സി ഒരു കൈ പൊക്കി അല്ലെങ്കിൽ ഒന്ന് വോട്ടിട്ട് കഴിഞ്ഞാൽ പകുതി കൂടുതൽ എന്ത് ചെയ്യും? തീരുമാനം അത് പാസ്സാവും. ഓക്കെ. അപ്പോൾ ഒരിക്കലും അതിനിടവരുത്താതിരിക്കാനാണ് എന്തെന്ന് പറയുന്നത്? 50 പേർക്ക് പറ്റും, പക്ഷേ 50 പേരുടെയും കൂടെ ഷെയർ ക്യാപിറ്റലിന്റെ ടോട്ടൽ 10%-ലും താഴെ ആയിരിക്കണം. ഓക്കെ. അതെ, പ്രോക്സിക്ക് എന്ത് ചെയ്യാം? പോളിൽ വോട്ടിടാൻ പറ്റും. പ്രോക്സി നമ്മൾ എന്ത് ചെയ്യത്തില്ല? കോറമായിട്ട് കൂട്ടത്തില്ല. അപ്പം 30 പേര് മിനിമം 5000 മെമ്പേഴ്സിൽ ഉള്ളപ്പം 30 പേരെങ്കിലും മിനിമം അവിടെ പ്രസന്റ് ചെയ്യണമെന്നുണ്ട്. അതിന് പകരം നമുക്ക് ആർക്കും വരാൻ പറ്റത്തുണ്ട് 30 പ്രോക്സിയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. പ്രോക്സി എന്ത് ചെയ്യത്തില്ല? കോറമായിട്ട് കൂട്ടത്തില്ല. പിന്നെ ഒരു പ്രോക്സിക്ക് മറ്റൊരു പ്രോക്സി അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൻ BA പറഞ്ഞു വിടുമ്പം അവന് പോകാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് അവൻ തന്നെ CA അപ്പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞു വിടാൻ പറ്റുമോ? ഇല്ല. അപ്പം അത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സിലോട്ട് പോകാം. ഡയറക്ടേഴ്സിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് കടക്കാം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡയറക്ടർ ഇൻ എ കമ്പനി. ഒരു കമ്പനിയിലെ ഡയറക്ടറിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു ഇൻഡിവിജ്വലിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ വേറൊരു കമ്പനിയെ പഠിച്ചിട്ട് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ മെമ്പർ ആവാമെന്ന് പറഞ്ഞു, പക്ഷെ അതേപോലെ ഡയറക്ടർ ആവാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം ഇൻഡിവിജ്വലിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. ഒന്നാമത്തെ കാര്യം. അടുത്ത, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡയറക്ടർ ആർ സ്റ്റിപ്പുലേറ്റഡ് ബൈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. അതായത് അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇവർ ചെയ്യേണ്ട ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം നമ്മുടെ കമ്പനീസ് ആക്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എന്തോ കാര്യങ്ങളാണ്? ഡയറക്ടർ ഇൻ കമ്പനി ഷാൾ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് AOA. ആർട്ടിക്കിൾസിനകത്ത് പറയുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു രീതിയിൽ വേണം
അവരുടെ ആക്ഷൻസ് ഒക്കെ. പിന്നെ അവരെന്ത് ചെയ്യണം, ഗുഡ് ഫെയ്ത്തിലും കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണോ അത് പ്രൊമോട്ട് ചെയ്യാനും പ്രാപ്തരായിട്ടുള്ളവരായിരിക്കണം. അതായത് കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണ്, എന്ത് ബിസിനസ് ആണോ അവർ നടത്തുന്നത് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരായിരിക്കണം കമ്പനിയുടെ ഡയറക്ടർ. അല്ലാതെ കമ്പനി പൊളിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ അവരുടെ ഡ്യൂട്ടീസ് അവർ ചെയ്യുമ്പോൾ റീസണബിൾ കെയറും അതേപോലെ തന്നെ സ്കില്ലും അവർ മാക്സിമം എന്ത് ചെയ്യണം, അവരുടെ സ്കില്ലും റീസണബിൾ ആയിട്ടുള്ള കെയറും കൊടുത്ത് വേണം അവർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പിന്നെന്താണ്, കമ്പനിയെ ബാധിക്കുന്ന രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റിലും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അവിടുത്തെ ഡയറക്ടർ ഇടപെടാൻ പാടില്ല. അല്ലെങ്കിൽ കമ്പനിക്ക് മോശം വരുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്ടർ ചെയ്യാൻ പാടില്ല. അതാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള നേട്ടങ്ങളോ അഡ്വാൻറ്റേജോ ഒരിക്കലും ഡയറക്ടറിന്റെ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ അസോസിയേറ്റ്സോ റിലേറ്റീവ്സോ ഒന്നും എടുക്കാൻ പാടില്ല. അതായത് കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് നടക്കൂടെ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഡയറക്ടർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, മറ്റേ ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് എന്നും പറഞ്ഞ് വരുന്നത്. അത് നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ കൊടുത്തിരിക്കുന്നതാണ്. അടുത്ത സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതായത് കമ്പനിക്ക് നമ്മൾ എന്ത് പറഞ്ഞു, എന്നുള്ളതുപോലെ ഡിൻ ആർക്കുണ്ട്, നമ്മുടെ ഡയറക്ടേഴ്സിനുണ്ട്. അതായത് ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതായത് നമുക്ക് എന്ത് പറ്റത്തില്ല, ഡിൻ ഇല്ലാത്ത ഒരാളെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്ടറായിട്ട് കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. ഇവർക്ക് എന്തില്ലടാ, ഒരു പ്രിസ്ക്രൈബ് ആയിട്ടുള്ള, അതായത് ഡിഗ്രി പാസ്സായവരെ ഡയറക്ടർ ആക്കാവൂ അല്ലെങ്കിൽ MBA പാസ്സായവരെ ഡയറക്ടർ ആക്കാവൂ, അങ്ങനെയൊന്നുമില്ല. ഒരു പ്രിസ്ക്രൈബ്സ് ക്വാളിഫിക്കേഷൻ ഒന്നും ഇവർക്ക് പറയുന്നില്ല. ഡയറക്ടർ നെയ്തർ നീഡ്സ് എനി മിനിമം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നോർ എനി ഷെയർ ക്വാളിഫിക്കേഷൻ അൺലെസ് ദ ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി സജസ്റ്റ് ഫോർ ദ സെയിം. പക്ഷേ ആർട്ടിക്കിൾസിനകത്ത് പറയുവാണ്, നമ്മുടെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് നമ്മൾ പറയുവാണ് മിനിമം MBA എങ്കിലും ഉള്ളവരെ ഡയറക്ടറായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ പറ്റൂ, MBA ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ ആക്കാൻ പറ്റൂ ആർട്ടിക്കിൾസിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻസ്, പേഴ്സൺ ഷാൾ നോട്ട് എലിജിബിൾ ഫോർ അപ്പോയിൻമെന്റ് ആസ് എ ഡയറക്ടർ. ഇനി ഇങ്ങനത്തുള്ള ആൾക്കാരൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അൺസൗണ്ട് മൈൻഡ്, തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളെ, ഓക്കെ, അല്ലെങ്കിൽ ബോധമില്ലാത്ത ഒരാളെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ്, അതായത് പാപ്പരായി പോയ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പാപ്പരാവാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് കഴിയുന്ന ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. കോടതിയും കേസും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾ, അതായത് 6 മാസത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരാളെ, അത് ശിക്ഷ അനുഭവിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് എന്ന് പറയുന്നത്, എന്നെ പോലീസ് പിടിച്ചു, 6 മാസത്തിനുള്ളിൽ ഞാൻ ശിക്ഷ അനുഭവിച്ചു, എന്നിട്ട് 5 വർഷം പോലും കഴിഞ്ഞിട്ടില്ല, 2020 ഈ സംഭവം, അല്ലെങ്കിൽ 23 ഈ സംഭവം, എന്നിട്ട് ഇപ്പം 2025 ഉള്ളൂ, 6 മാസത്തിനുള്ളിൽ ഞാൻ ശിക്ഷ അനുഭവിച്ചു, പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് പറ്റത്തില്ല, എന്നെ അവിടെ ഡയറക്ടറാക്കാൻ പറ്റത്തില്ല. പിന്നെ ഏതെങ്കിലും ഷെയർസ് ഒക്കെ ഇയാൾ വാങ്ങിച്ചിട്ട് പൈസ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പെൻഡിങ് ആയിട്ടുള്ള കാൾ മണി ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ഡയറക്ടറാക്കാൻ പറ്റത്തില്ല, ഡിസ്ക്വാളിഫൈഡ് ആയി പോവുകയാൾ. ഇയാൾക്ക് ഡിൻ ഇല്ല എന്നെങ്കിലും ഇയാൾ എന്താണ്, ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇനി ഡയറക്ടറിന്റെ അപ്പോയിൻമെന്റ് ആണ് ഈ പറയാൻ പോകുന്നത്. ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം 3 പേര് വേണം, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേര്, 1/7 കമ്പനി ആണെങ്കിൽ ഒരാൾ. മാക്സിമം ഡയറക്ടർ എത്ര പേരെ നമുക്ക് മാക്സിമം അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, 15 പേരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. മോർ ദാൻ 15 നമ്മൾ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. പിന്നെ ചില ക്ലാസ് ഓഫ് കമ്പനീസിൽ വുമൺ ഡയറക്ടർ മസ്റ്റ് ആയിട്ട് വേണം. അപ്പം അത് വുമൺ ഡയറക്ടറെ പറ്റി നമുക്ക് ഇവിട്ടം അങ്ങനെ എടുത്തു പഠിക്കാനില്ല. പിന്നെ റൊട്ടേഷൻ ഉണ്ട്. പിന്നെ റൊട്ടേഷൻ മീൻസ് ഡയറക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, റിട്ടയർ ചെയ്യുന്നതിനനുസരിച്ച് മാറുന്നതിനാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ അതുകൂടെ ജസ്റ്റ് ഞാൻ പറയാം. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഡയറക്ടേഴ്സിനെ നമ്മൾ റൊട്ടേഷണൽ ആൻഡ് നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. നോൺ റൊട്ടേഷണൽ മീൻസ് ഇവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം ആയിരിക്കും, അതായത് 5 വർഷത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫിക്സഡ് ടൈം കൊടുക്കും, അടുത്ത 5 വർഷം നീ ആയിരിക്കും ഡയറക്ടർ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ റൊട്ടേഷൻ ഡയറക്ടർ ആണെങ്കിൽ ദോസ് നിമിച്ച് ദെയർ ആയി പറ്റൂ, അതായത് എല്ലാ ആനുവൽ ജനറൽ മീറ്റിങ്ങിലും എന്ത് ചെയ്യും, ഇവർ എന്ത് ചെയ്യും, റിട്ടയർ ആയിട്ട് പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അറ്റ്ലീസ്റ്റ് 2/3 ഓഫ് ദ ടോട്ടൽ ഷാൾ ബി റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്, ബട്ട് ഓഫ് വിച്ച് 1/3 ഹാസ് ടു റിട്ടയർ അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. മൊത്തം ഡയറക്ടേഴ്സിന്റെ 2/3 എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഡയറക്ടർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ 2/3 1/3 ആനുവൽ ജനറൽ മീറ്റിംഗിൽ റിട്ടയർ ചെയ്യണം. ഓക്കെ, അതാണ് റൊട്ടേഷൻ ഓഫ് ഡയറക്ടർ. പിന്നെ നമുക്ക് നമ്മുടെ ഡയറക്ടറിന്റെ റെസിഗ്നേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്.
എന്താണ് റെസിഗ്നേഷൻ്റെ പറയുന്നത്? നമ്മൾ റെസിഗ്നേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? കമ്പനിയിലോട്ട് നമ്മുടെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി നമ്മളങ്ങ് കൊടുക്കുവാണ്. കമ്പനി എന്ത് ചെയ്യും? DAR12 ഇത് കിട്ടിക്കഴിഞ്ഞ് അടുത്ത 30 ദിവസത്തിനുള്ളിൽ കമ്പനി എന്ത് ചെയ്യും? DAR12 ഫയൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ജനറൽ മീറ്റിംഗിൽ അറിയിക്കും. ഡയറക്ടർ മേ ആൾസോ ഫയൽ, എന്നിട്ട് ഈ ഇൻറ്റിമേഷൻ ഡയറക്ടർ എവിടെയും കൂടെ ഫയൽ ചെയ്യും? ROCയിൽ DR11 പ്രകാരം ഫയൽ ചെയ്യും. പിന്നെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് റെസിഗ്നേഷനായിട്ട് കൂട്ടുന്ന ഏതായിരിക്കും? ഒന്നെങ്കിൽ കമ്പനി നോട്ടീസ് കിട്ടിയ ആ ഒരു ദിവസമോ, അല്ലെങ്കിൽ ഡയറക്ടർ പറയുവാണ് ഞാൻ 18-ാം തീയതി അടുത്ത മാസം 19-നാണെന്ന്, അല്ലെങ്കിൽ 18-നാണ് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ്, ഇതിലെ രണ്ടിൽ ഏത് ഡേറ്റ് ആണോ വിച്ചവർ ഈസ് ലേറ്റർ ആയിട്ട് വരുന്നത് ആ ഡേറ്റ് ആയിരിക്കും എടുക്കുന്നത്. അഥവാ ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഇപ്പോൾ നോട്ടീസ് കിട്ടിയത് 18-നാണ്. ഓക്കെ, അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞേക്കുന്നു ഞാൻ 30-ാം തീയതി തൊട്ട് ഇവിടുത്തെ ഡയറക്ടറല്ല, ഞാൻ റിസൈൻ ചെയ്യുവാണ്. അപ്പം 30 എന്തെന്ന് പറയുന്നത്? അതല്ലേ ലേറ്റർ? 30 എന്തെന്ന് പറയുന്നത്? എഫക്റ്റീവ് ഡേറ്റ് റെസിഗ്നേഷൻ എന്ന് പറയുന്നത്. ഇനി ഡയറക്ടറിനെ റിമൂവ് ചെയ്യുന്ന കുറച്ച് കേസസ് താഴെ പറയുന്നുണ്ട്. റിമൂവ് ചെയ്യുന്ന എപ്പോഴൊക്കെയാണ്? ഡയറക്ടർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ നോട്ടീസ് വേണം. ദാറ്റ് മെമ്പേഴ്സ് ഹോൾഡിംഗ് 1% ഓഫ് ടോട്ടൽ വോട്ടിംഗ് പവർ ഓർ 5 lakh പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ ഷാൾ സെൻഡ് നോട്ടീസ് ടു ദ കമ്പനി അറ്റ്ലീസ്റ്റ് 14 days ആൻഡ് നോട്ട് earlier than 3 months ബിഫോർ ദ മീറ്റിംഗ്. അതായത് മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് എനിക്കിപ്പോൾ ഡയറക്ടർ BA പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മിനിമം 1% ടോട്ടൽ വോട്ടിംഗ് പവറിൻ്റെ 1%, അല്ലെങ്കിൽ ഫുൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 5 lakhോ, അതായത് 5 ലക്ഷം പെയ്ഡ് അപ്പ് ക്യാപിറ്റലോ, അല്ലെങ്കിൽ വോട്ടിംഗ് പവറിൻ്റെ 1% വോട്ടിംഗ് പവറോ ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? സ്പെഷ്യൽ നോട്ടീസ് കൊടുത്തിട്ട് ഈ ഒരു ഡയറക്ടറിനെ പുറത്താക്കാൻ പറ്റൂ, റിമൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 14 ദിവസം മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മീറ്റിംഗ് നടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് 14 ദിവസം മുമ്പെങ്കിലും സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കണം. ഇങ്ങനെ ഡയറക്ടറിനെ എനിക്കിവിടെ നിർത്താൻ താല്പര്യമില്ല. ആരായിരിക്കണം കൊടുക്കേണ്ടത്? 1% പുറത്ത് ടോട്ടൽ വോട്ടിംഗ് പവർ ഉള്ളതോ, അല്ലെങ്കിൽ 5 ലക്ഷത്തിന് പുറത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ളതോ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യണം? സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കണം. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും കമ്പനി? ഇത് ആ ഡയറക്ടറിനെ അറിയിക്കും. ഡയറക്ടർ എന്ത് ചെയ്യൂടാ? അയാളുടെ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് വിശദീകരണം ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഡയറക്ടറിൻ്റെ കാര്യം തിരിച്ചു പറയും. അയാളുടെ എന്താണ് വിശദീകരണം നമുക്ക് തിരിച്ചു തരും. ഇഫ് ദ റെപ്രസെൻറ്റേഷൻ കുഡ് നോട്ട് ഗിവൺ ഡ്യൂ ടു ദ ടൈം കൺസ്ട്രെയിൻസ് ഓർ ഡ്യൂ ടു ദ ഡിഫോൾട്ട് ഓഫ് ദ കമ്പനി ദ ഡയറക്ടർ ഷാൽ ഗെറ്റ് റൈറ്റ് ടു. ഇപ്പം അയാൾക്ക് റെപ്രസെൻറ്റേഷൻ തരാൻ കഴിഞ്ഞില്ല, അടുത്ത 7 ദിവസത്തിനുള്ളിൽ അയാൾക്ക് റെപ്രസെൻറ്റേഷൻ തരാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യണം? വിളിച്ചു വരുത്തിയിട്ട് മീറ്റിംഗ് വിളിച്ചിട്ട് അയാളെ എന്ത് ചെയ്യണം? അയാൾ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ റെമ്യൂണറേഷൻ്റെ കാര്യം പറയുന്നുണ്ട് ഡയറക്ടേഴ്സിൻ്റെ. ഇത് ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക, പഠിച്ചിട്ട് പോവുക. ടോട്ടൽ മാനേജർ റെമ്യൂണറേഷൻ പേബിൾ ടു ഡയറക്ടേഴ്സ് ഓർ മാനേജേഴ്സ് ഇൻ റെസ്പെക്ട് ടു ഫിനാൻഷ്യൽ ഇയർ ഷാൽ നോട്ട് എക്സീഡ് 11% ഓഫ് ദ. അതായത് ഡയറക്ടേഴ്സിനും മാനേജേഴ്സിനും എല്ലാം കൂടെ കൊടുക്കുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രോഫിറ്റിൻ്റെ 15% പുറത്ത് കൂടാൻ പാടില്ല. ഇഫ് ദ കമ്പനി ഹാസ് എംപ്ലോയ്ഡ് ഓൺലി വൺ എമൗണ്ട് ദ മാനേജിംഗ് ഡയറക്ടർ, വോട്ടിംഗ് ഡയറക്ടർ ഓർ മാനേജർ, ദ റെമ്യൂണറേഷൻ ഷാൽ നോട്ട് എക്സീഡ് 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ്. അതായത് ഇപ്പം എന്താണ്? കമ്പനി ജോലി കൊടുത്തേക്കുന്ന ആർക്കേ ഉള്ളൂ? ഒന്നെങ്കിൽ മാനേജിംഗ് ഡയറക്ടറിനോ, വോട്ടിംഗ് ഡയറക്ടറിനോ, മാനേജറോ, ഇവരിൽ ആരെങ്കിലും ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് 5% പ്രോഫിറ്റിന് മുകളിൽ പോകാൻ പാടില്ല. ഇഫ് ദ കമ്പനി ഹാസ് എംപ്ലോയിഡ് മോർ ദാൻ വൺ എമംഗ് ദ മാനേജിംഗ് ഡയറക്ടർ, വോട്ടിംഗ് ഡയറക്ടർ ഓർ മാനേജർ, റിമ്യൂണറേഷൻ ഷാൽ നോട്ട് എക്സീഡ്. അഥവാ ഇപ്പം ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ 10% നെറ്റ് പ്രോഫിറ്റിന് മുകളിൽ പോകാൻ പാടില്ല. ഫോർ എക്സീഡിങ് 5% ഓർ 10% സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് പാസ്ഡ്. 5% മുകളിലോ 10% മുകളിലോ ഇവർക്ക് നെറ്റ് പ്രോഫിറ്റ് നിന്ന് എന്ത് റെമ്യൂണറേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓൾ ഡയറക്ടേഴ്സ് വിൽ ബി പെയ്ഡ് വിത്ത് എ മിനിമം റെമ്യൂണറേഷൻ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഇൻ കേസ് വെയർ കമ്പനി മേക്സ് നോ പ്രോഫിറ്റ് ഇൻ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇപ്പോൾ എന്താണ്? പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രയർ അപ്രൂവൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മേടിച്ചിട്ട് വേണം ഇവർക്ക് എന്ത് ചെയ്യാൻ? പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. ദ ഡയറക്ടർ ഈസ് പെയ്ഡ് റെമ്യൂണറേഷൻ ഫോർ സ്പെഷ്യൽ സർവീസസ് അപ്പാർട്ട് ഫ്രം ദ ഡയറക്ടർ സർവീസസ്. സച്ച് എമൗണ്ട് മസ്റ്റ് ആൾസോ ബി ഇൻക്ലൂഡ് ഇൻ ദ ടോട്ടൽ റെമ്യൂണറേഷൻ ടു അസർട്ടൈൻ ദ ലിമിറ്റ് ഓഫ് 11%. അഥവാ ഇപ്പം ഈ ഡയറക്ടർ ഇവിടുത്തെ സർവീസ് അല്ല, ഡയറക്ടർ സർവീസ് അല്ലാതെ വേറെ എന്തെങ്കിലും സർവീസ് കൂടെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ഈ 11% ലിമിറ്റിൽ നിൽക്കണം. ഓക്കെ, അപ്പം റെമ്യൂണറേഷൻ്റെ കാര്യം എന്തുവാ പറഞ്ഞത്? നമ്മൾ ഇവർക്ക് റെമ്യൂണറേഷനായിട്ട് കൊടുക്കുന്ന ഡയറക്ടറിനും മാനേജറിനും എല്ലാം റെമ്യൂണറേഷനായിട്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൽ കൊടുക്കുന്നത് ടോട്ടൽ മാനേജർ റെമ്യൂണറേഷൻ എന്തിൻ്റെ മേളിൽ പോകരുത്? 11%, നെറ്റ് പ്രോഫിറ്റിൻ്റെ 11%ൻ്റെ മുകളിൽ ഒരു കാരണവശാലും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ കമ്പനി ആസ് എംപ്ലോയിഡ് ഓൺലി വൺ എമൗണ്ട് ദ മാനേജിംഗ്, ഒന്നെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ വോട്ടിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ
എന്താ മാനേജർ ഇവരിൽ ആരെങ്കിലും ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 5% പുറത്ത് നെറ്റ് പ്രോഫിറ്റിന്റെ 5% പുറത്ത് റെമ്യൂണറേഷൻ ആയിട്ട് പോകരുത്. അഥവാ ഇപ്പം എന്താ മോർ ദാൻ വൺ ആണെന്നുണ്ടെങ്കിൽ മാനേജിംഗ് ഡയറക്ടറോ ടൈം ഡയറക്ടറോ അങ്ങനെ ഒന്നോ രണ്ടോ പേരൊക്കെ ഒരുമിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ 10% കൂടുതൽ പോകരുത്. ഓക്കെ, 10%-നും 5%-നും മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? സ്പെഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി ഓഡിറ്റേഴ്സിന്റെ കേസ്. ഓഡിറ്റേഴ്സിന്റെ ഒരു ഏരിയ നമ്മുടെ എന്താണ്, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം ഓഡിറ്റേഴ്സ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിറ്റിങ്ങിൽ ഓഡിറ്റേഴ്സിന്റെ കാര്യം പഠിക്കാറുണ്ട്, ഇതിലും പഠിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോവുക. ഓഡിറ്റേഴ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം അവരുടെ ഡ്യൂട്ടീസൊക്കെ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഓഡിറ്റിംഗ് ഉറപ്പ്. കാരണം ഇത് കഴിഞ്ഞ അറ്റംപ്റ്റിന്റെ മുമ്പത്തെ അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. ഓക്കെ, ഇതിന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം വീണ്ടും പോകും, ബാക്കിയുള്ളവർക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഓഡിറ്റേഴ്സിന്റെ കാര്യം നിങ്ങൾ ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റിൽ ഒട്ടുമിക്ക ആൾക്കാരും പഠിച്ചതാണ്. ഇതൊന്നുകൂടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ്? എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ്? ഇവർക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ മീറ്റിങ്ങിലും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ റൈറ്റ് ടു റീ അക്വസിഷൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടത്താനുള്ള അധികാരമുണ്ട്. ടു റൈറ്റ് ടു റിസീവ് നോട്ടീസ് ഓഫ് ജനറൽ മീറ്റിംഗിന്റെ നോട്ടീസ് കൈപ്പറ്റാനുള്ള അധികാരമുണ്ട്. ഇവർക്ക് നോട്ടീസ് അയച്ചു കൊടുക്കണം. പിന്നെ റൈറ്റ് ടു അപ്പോയിന്റ് പ്രോക്സിയെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ പ്രോക്സി രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാനും അധികാരമുണ്ട്. ഇൻ കേസ് ഓഫ് ബോഡി കോർപ്പറേറ്റ് വിച്ച് ഈസ് എ മെമ്പർ ദ റൈറ്റ് ടു അപ്പോയിന്റ് എ റെപ്രസെന്റേറ്റീവ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ് ഓൺ ഹിസ് ബിഹാഫ്. അതായത് ഈ മെമ്പർ എന്ന് പറയുന്നത്, അതായത് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ബിഹാഫിൽ ഒരു പേഴ്സണിനെ എന്താ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വിടാനുള്ള അധികാരം ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ടു ട്രാൻസ്ഫർ ഷെയർസ് സബ്ജക്റ്റ് ടു പ്രൊവിഷൻസ് ഓഫ് ആക്ട് ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസിലും അതേപോലെ തന്നെ നിയമത്തിലും അതായത് ആക്ടിലും പറയുന്ന രീതിയിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. പിന്നെ ടു ഇൻസ്പെക്ട് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അത് മെമ്പേഴ്സിന്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ രജിസ്റ്റർ പരിശോധിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ടു ഒബ്റ്റെയിൻ ആൻഡ് ഇൻസ്പെക്ട് ദ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്. അതായത് മീറ്റിംഗ് നടത്തി, കമ്പനിയുടെ മീറ്റിംഗ് നടത്തിയിട്ട് മിനിറ്റ്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ കാര്യങ്ങളെല്ലാം ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം നമ്മളടുത്ത് റെക്കോർഡ് ചെയ്യും, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളത്. ആ മിനിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് ബൈ പാസിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. അതായത് ഇപ്പോൾ ഡയറക്ടേഴ്സിനെ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, പാസ്സാക്കണമെന്നില്ല സോറി, ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടൊക്കെയാണ് നമ്മൾ പുറത്താക്കുന്നത്. അതിനകത്തും ആരുണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ കമ്പനീസ് ആക്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരുവിധം നോക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ബിസിനസ് എത്തിക്സിലോട്ടാണ്. എത്തിക്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ 7 പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 7 പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ദീസ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ് ആർ ആപ്ലിക്കബിൾ ടു എനി വൺ ഹൂ വർക്ക്സ് ആസ് എ പബ്ലിക് ഓഫീസ് ഹോൾഡർ ഇൻക്ലൂഡിംഗ് എലക്ടഡ് ആൻഡ് അപ്പോയിന്റഡ് ടു പബ്ലിക് ഓഫീസ് എയ്തർ ലോക്കലി ഓർ നാഷണലി. ദീസ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ടു ദ സെക്ടേഴ്സ് ദാറ്റ് ഡെലിവർ പബ്ലിക് സർവീസസ്. അഥവാ പബ്ലിക് സർവീസസ് അല്ലെങ്കിൽ പബ്ലിക് ഓഫീസിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്ന എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടിയിട്ട് നമ്മൾ അവിടെ ആ ജോലി ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ എത്തിക്സിൽ വരുന്നത് തന്നെ. അപ്പോൾ പബ്ലിക് ലൈഫ് അല്ലെങ്കിൽ പബ്ലിക് ഓഫീസിലാണ് നമ്മളിപ്പം ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളവിടെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ അവിടേക്ക് എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതായത് 7 പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ്. പബ്ലിക്കിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ അപ്പോയിന്റ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അവിടെ നിൽക്കണം എന്നുള്ള കാര്യമാണ്. 7 പ്രിൻസിപ്പിൾസ് എന്താണ്ട് ഓരോന്ന് പറയാം. ഒന്ന്, സെൽഫ്ലെസ്നെസ്. ദ ഹോൾഡർ ഓഫ് പബ്ലിക് ഓഫീസ് ഷാൾ ആക്ട് സോൾലി ഇൻ ടേംസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. അഥവാ നമുക്കിങ്ങനെ എന്താ, പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അല്ലാതെ എൻ്റെ അനിയനും വരുമ്പോഴത്തേന് ഞാൻ ഒരു രീതിയിൽ നിന്നിട്ട് സാധാ പാവപ്പെട്ട ജനങ്ങൾ വരുമ്പോൾ വേറെ രീതിയിൽ ഒരു കാരണവശാലും നമ്മൾ നിൽക്കാൻ പാടില്ല. അതാണ് സെൽഫ്ലെസ്നെസ്. ഇന്റഗ്രിറ്റി. ഹോൾഡർ ഓഫ് പബ്ലിക് ഓഫീസ് മസ്റ്റ് അവോയ്ഡ് പ്ലേസിംഗ് ദംസെൽസ് അണ്ടർ എനി ഒബ്ലിഗേഷൻ ടു പീപ്പിൾ ഓർ ഓർഗനൈസേഷൻ ദാറ്റ് മൈറ്റ് ട്രൈ
inappropriately to influence them in work. They should not act to take decisions in order to gain financial. ഇപ്പോൾ ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഓഫീസിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു 50,000 രൂപ തന്നിട്ട് പറയാമെന്ന് നിങ്ങൾ എന്തെങ്കിലും അങ്ങ് സൈൻ ചെയ്ത് താ, നമുക്ക് വേണ്ട രീതിയിൽ കാണാമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പറയും, എനിക്കതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ. കാരണം എന്താണ്, നമ്മൾ നമ്മളെ ആരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഒരു രീതിയിലുള്ള അന്യായമായ ഒരു ഫിനാൻഷ്യൽ ഗെയിനും നമ്മൾ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് നമ്മൾ ഇതിൽ നിന്നും എടുക്കാൻ പാടില്ല. അടുത്ത ഒബ്ജക്റ്റിവിറ്റി, ഹോൾഡർ ഓഫ് പബ്ലിക് ഓഫീസ് മസ്റ്റ് ആക്ട് ആൻഡ് ടേക്ക് ഡിസിഷൻസ് ഇംപാർഷ്യലി. അതായത് പാർഷ്യാലിറ്റി, പലർക്കും പല നിയമം. പാർഷ്യലി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാര്യവും തീരുമാനിക്കാൻ പാടില്ല. അടുത്ത അക്കൗണ്ടബിലിറ്റി, ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ഓഫീസർ അക്കൗണ്ടബിൾ ടു ദ പബ്ലിക് ഫോർ ദ ഡിസിഷൻ. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും പബ്ലിക്കിനോട് നമ്മൾ അതിന് മറുപടി പറയണം. എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ ഒന്നും പബ്ലിക്കിൽ ഇറങ്ങി കാണിക്കാൻ പറ്റൂല. ഓക്കെ, ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയി ആണ് ഞാനെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും, പബ്ലിക്കിനോട് എന്തായിരിക്കും, നീതി പുലർത്തേണ്ടവനായിരിക്കണം. ഓപ്പൺനെസ്, ഷുഡ് ആക്ട് ടേക്ക് ഡിസിഷൻസ് ഇൻ എൻ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ് മാനർ. അതായത് ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ് മാനർ. ഓക്കെ, നിയമപരമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നത്. ദ ഹോണസ്റ്റി, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിവിടെ ചെയ്യാവൂ. ലീഡർഷിപ്പ്, നമ്മുടെ എന്താണ്, നമ്മൾ ഒരു അധികാരപ്പെട്ട ഒരാളാ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ജോലി എന്താണ്, നമ്മൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾസിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും പിന്നെന്താണ് നമ്മൾ ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ 7 പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സെൽഫ്ലെസ്നെസ്, ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, അക്കൗണ്ടബിലിറ്റി, ഓപ്പൺനെസ്, ഹോണസ്റ്റി, ലീഡർഷിപ്പ്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ എന്താണ് റിലവൻസ് ഓഫ് ബിസിനസ് എത്തിക് ടു ബിസിനസ്. ബിസിനസ് എത്തിക്സിന് ബിസിനസ്സിൽ എന്താണ് റിലവൻസ് എന്നുള്ളത് നോക്കിക്കോ. ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് ഈസ് എ ബോഡി ഓഫ് പോളിസീസ് ബേസ്ഡ് ഓൺ ലോസ് ആൻഡ് വാല്യൂസ് ദാറ്റ് എ കമ്പനി വാണ്ട്സ് ഓൾ ദ എംപ്ലോയീസ് ടു adhere to. All the companies can set their own വാല്യൂ ബേസ്ഡ് പോളിസീസ് as part of കമ്പനീസ് കോഡ് ഓഫ് എത്തിക്സ്. സം ഓഫ് ദ, അതായത് എല്ലാ കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കോഡ് ഓഫ് എത്തിക്സ് എന്ത് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാൻ പറ്റും. അപ്പം അതിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. പ്രൊമോട്ടിങ് ഗ്രീൻ ബിസിനസ് പ്രാക്ടീസസ്, അഥവാ എന്താണ്, ദിസ് ഇൻക്ലൂഡ്സ് ലിമിറ്റിംഗ് പവർ കൺസപ്ഷൻ ബട്ട് ആൾസോ, അതായത് പവേഴ്സ് ഒന്നും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാതെ, ഒരുപാട് വേസ്റ്റിംഗ് ഡിസ്പോസലും കാര്യങ്ങളൊക്കെ ചെയ്യാതെ, ഉപയോഗിക്കുന്ന സാധനങ്ങൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാക്സിമം ശ്രമിക്കും. അതൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ കോഡ് ഓഫ് എത്തിക്സ് ആണ്. കമ്പനി ആൾസോ പ്രൊഡ്യൂസ് പ്രോഡക്റ്റ് ദാറ്റ് ഫോളോ, അതായത് എൻവയോൺമെൻറ്റൽ സ്റ്റാൻഡേർഡ്സ്, പീപ്പിളിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ പെറ്റ്സിൻ്റെ സേഫ്റ്റി, എൻവയോൺമെൻറ്റ് സേഫ്റ്റി ഒക്കെ ഉൾക്കൊണ്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് നടത്തുന്നത്. ഒബേയിങ് ദ ലോ, ദ എംപ്ലോയി ഷുഡ് ഒബേ ദ ലോ റിലേറ്റിംഗ് ടു ദ കമ്പനി. അതായത് എംപ്ലോയീസ് എന്ത് ചെയ്യണം, നിയമങ്ങൾ, കമ്പനിയായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം. പിന്നെ കെയറിങ് ആൻഡ് കൺസിഡറേഷൻ പോളിസീസ്, എംപ്ലോയീസ് ഓഫ് കമ്പനീസ് ഷുഡ് കണ്ടക്ട് ബിസിനസ് ഇൻ കെയറിങ് ആൻഡ് കൺസിഡറബിൾ മാനർ ആൻഡ് നോട്ട് ഓൺലി ഫോർ മണി ആൻഡ് ക്വിക്ക് സെയിൽ. പെട്ടെന്ന് സാധനം വിറ്റ് പോകണം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ബിസിനസ് നടത്തരുത്. അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി പോളിസീസ്. എംപ്ലോയി ഷുഡ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി വൈൽ ഹാൻഡ്ലിങ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഡൻഷ്യലായിട്ട് അത് വെക്കണം. ഓക്കെ. പിന്നെ പ്രൊഫഷണൽ അപ്പിയറൻസ് പോളിസീസ്. കമ്പനി മേ ഹാവ് എ ഡ്രസ് കോഡ് ഓർ ഡ്രസ് പോളിസി. ഒന്നെങ്കിൽ എന്തായിരിക്കും, ഒരു പ്രൊഫഷണൽ അപ്പിയറൻസ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി എന്തുണ്ടായിരിക്കും, ഒരു ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസ് എത്തിക്സ് ടു ബിസിനസ്സിലോട്ട് വരുന്നതിന് റിലവൻസ് എന്ന് പറയുന്നത്. ഒന്നെന്താണ്, ഗ്രീൻ ബിസിനസ് പ്രാക്ടീസസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ ഒബേയിങ് ദ ലോ, നിയമങ്ങളും വശങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അതൊക്കെയാണ് ബിസിനസ് എത്തിക്സിനകത്ത് വരുന്നത്. പിന്നെ കെയറിങ് ആൻഡ് കൺസിഡറേഷൻ പോളിസീസ്, അഥവാ മണിയും ക്വിക്ക് മാത്രമല്ല, നമ്മൾ വേറെ കുറേ കാര്യങ്ങളിലൂടെ കൺസിഡറേഷൻ കൊടുക്കണം. പിന്നെ നമ്മുടെ ക്ലയൻസിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഒക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. പിന്നെ ഒരു ഡ്രസ് കോഡോ ഡ്രസ് പോളിസിയോ വരണം. ഇത്രയും കാര്യമേ ഉള്ളൂ. പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എത്തിക്കൽ കണ്ടക്ട് ഓഫ് പ്രൊഫഷണൽസ്. എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണെന്നുള്ളത്, അതായത് എത്തിക്കൽ കണ്ടക്ട് ഓഫ് പ്രൊഫഷണൽസിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിൻറ്റെയിൻ ഇൻഡിപെൻഡൻസ് ഓഫ് തോട്ട് ആൻഡ് ആക്ഷൻസ്, അതായത് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാം എന്തായിരിക്കണം, മറ്റുള്ള ഒരാളുടെ ഇൻഫ്ലുവൻസിലായിരിക്കരുത്. ഡു നോട്ട് എക്സ്പ്രസ് ഒപ്പീനിയൻ ഓൺ കോസ്റ്റ് റിപ്പോർട്ട്സ് വിത്തൗട്ട് ഫസ്റ്റ് ഹിസ് റിലേഷൻ വിത്ത് ക്ലയൻറ്റ്. നമ്മളെന്താ, ആ റിലേഷൻ, ക്ലയൻറ്റുമായിട്ടുള്ള ആ റിലേഷൻ അറിയാതെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ഡിസ്ക്ലോസ് ക്ലയൻറ്റ് ഇൻഫർമേഷൻ നമ്മൾ ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. സീക്രട്ട് പ്രോഫിറ്റ്, ആരും അറിയാതെ നമ്മൾ അതിനകത്ത് നിന്ന് കൊള്ള ലാഭങ്ങളൊന്നും എടുക്കാൻ പാടില്ല.
കണ്ടക്ട് ഹിംസെൽവ്സ് ടുവേഴ്സ് അതർ മെമ്പേഴ്സ് വിത്ത് കോഡ്സി ആൻഡ് ഗുഡ് ഫെയ്ത്ത്. മറ്റുള്ള മെമ്പേഴ്സിനോട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുക. നമ്മൾ ഡോണ്ട് ആക്ട് മാലിഷ്യസ്ലി, മണ്ടന്മാരെ പോലെ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഒന്നും പെരുമാറാതെ അല്ലെങ്കിൽ കോൺഷ്യസ് അല്ലാത്ത രീതിയിൽ പെരുമാറാതിരിക്കുക. മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് കോമ്പിറ്റൻസ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലാതെ അവരെ നമ്മുടെ ഇപ്പം മാർക്കറ്റിൽ വേറെ കോമ്പറ്റീറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കണം അങ്ങനത്തുള്ള മൈൻഡിൽ നമ്മൾ ഒരിക്കലും നിൽക്കാതിരിക്കുക. അണ്ടർടേക്ക് ഒൺലി സച്ച് വർക്ക് ഹീ ഈസ് കോമ്പിറ്റൻറ്റ് ടു പെർഫോം, അതായത് ചെയ്യാൻ പറ്റുന്ന പണികൾ മാത്രം നമ്മൾ ചെയ്യുക. ചെയ്യാൻ പറ്റാത്ത ജോലികൾ നമ്മളൊരു കാരണവശാലും ചെയ്യാതെ ഇരിക്കുക. ഇതൊരു സിനിമയുടെ ഡയലോഗ് അല്ലേ? ആ, അത് തോന്നുന്നു. പിന്നെ പ്രൈമറി നോൺസ് ഓൺ ബിസിനസ് എത്തിക്സ്. പ്രൈമറി നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഒന്ന്, പേഴ്സൺ റെസ്പോൺസിബിലിറ്റി. എന്താണ്? എവരി പേഴ്സൺ ഹു വർക്ക്സ് ഫോർ ദ ബിസിനസ്, വെതർ ഓൺ എൻട്രി ലെവലോ എക്സിക്യൂട്ടീവ് ലെവലോ എന്തോ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യണം? അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ് അവർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കുകയും വേണം, അവർ എന്തത് ചെയ്ത് എങ്കിലും ഫിക്സ് ആക്കുകയും വേണം. അതാണ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഞാനൊരു കമ്പനി വർക്ക് ചെയ്യുന്നു, അവർ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ആ മിസ്റ്റേക്കിനെ തിരിച്ച് നേരെയാക്കണം. പിന്നെ അതേപോലെ എന്താണ് അടുത്തത്? കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. ബിസിനസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ദർ ക്ലയൻസ് എംപ്ലോയീസ്. അതായത് ബിസിനസ്സിന് ആരോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ക്ലയൻസിനോട് എംപ്ലോയീസിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്വം ഉണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കണ്ടക്ട് ബിസിനസ് ഫെയർലി ആൻഡ് ടു ട്രീറ്റ് പീപ്പിൾ വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ്. അതായത് ആൾക്കാരെ നമ്മളൊരു റെസ്പെക്റ്റോട് കൂടി വേണം എപ്പോഴും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ലോയൽറ്റി. ബോത്ത് ബിസിനസ് ആൻഡ് എംപ്ലോയീസ് ആർ എക്സ്പെക്റ്റഡ് ടു ഷോ ലോയൽറ്റി. അതായത് ബിസിനസ്സും എംപ്ലോയീസും എന്ത് ചെയ്യണം? രണ്ടും ലോയലായിട്ട് വേണം നിൽക്കാൻ. എംപ്ലോയി ഷുഡ് ബി ലോയൽ ടു, എംപ്ലോയീസ് ആരുടെ അടുത്തൊക്കെ ലോയലായിട്ടിരിക്കണം? ബിസിനസ്സിൻ്റെ അടുത്ത്, മാനേജേഴ്സിൻ്റെ അടുത്ത്, ക്ലയൻസിൻ്റെ അടുത്ത്, കമ്പനിയുടെ അടുത്ത്, എല്ലായിടത്തും. അതാ കാരണം എന്താടാ? കാരണം അവർ ലോയലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് നടക്കും. പിന്നെ റെസ്പെക്റ്റ്. നമ്മൾ അർഹിക്കുന്നവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, അവർക്ക് വാല്യൂ കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളിത് കൊടുക്കുമ്പോൾ അവർ നമുക്ക് തിരിച്ചും തരും. ട്രസ്റ്റ് വർത്തിനെസ്, അതായത് ബിസിനസ് കൾട്ടിവേറ്റ്സ് ട്രൂ ട്രസ്റ്റ് വർത്തിനെസ് വിത്ത് ദെയർ ക്ലയൻസ്. അതായത് ക്ലയൻസിനോട് ഒരു സത്യസന്ധത നമ്മൾ എപ്പോഴും പുലർത്തണം. അവരോട് എപ്പോഴും നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. അടുത്ത ഫെയർനെസ്. വെൻ ബിസിനസ് എക്സസൈസ് ഫെയർനെസ്, ഇറ്റ് അപ്ലൈസ് ദാറ്റ് സെയിം സ്റ്റാൻഡേർഡ് ഫോർ ആൾ എംപ്ലോയീസ് റിഗാർഡ്ലെസ് ഓഫ് ദ റാങ്ക്. ബിസിനസ് വിൽ ട്രീറ്റ് ദെയർ കസ്റ്റമേഴ്സ് വിത്ത് ഈക്വൽ റെസ്പെക്ട്, ഓഫറിംഗ് ദ സെയിം ഗുഡ് ആൻഡ് സർവീസസ് ടു ആൾ ബേസ്ഡ് ഓൺ ദ ടേം. പിന്നെ കമ്മ്യൂണിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ വരുന്നത്. കമ്മ്യൂണിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി നോട്ട് ഓൺലി ദ ബിസിനസ് ആക്ട് എത്തിക്കലി ടു ദ ക്ലയൻസ്, കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്, ബട്ട് ആൾസോ വിത്ത് റിഗാർഡ് ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ക്ലയൻസിനെയും കസ്റ്റമേഴ്സിനെയും എംപ്ലോയീസിനും മാത്രം നിൽക്കുന്നതല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിലും എൻവയോൺമെൻറ്റിലും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്. പിന്നെ ബിസിനസ് എത്തിക്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ബിസിനസ് എത്തിക്സ് ഡീൽസ് വിത്ത് മൊറാലിറ്റി ഇൻ ദ ബിസിനസ്. ബിസിനസ്സിലെ മൊറാലിറ്റിയെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് അപ്ലൈഡ് ടു ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസ് ഷുഡ് ബി കണ്ടക്റ്റഡ് അക്കോർഡിംഗ് ടു ദ എത്തിക്സ് ഓർ മോറൽ സ്റ്റാൻഡേർഡ്സ്. ബിസിനസ് ആക്ടിവിറ്റീസ് എപ്പോഴും നമ്മൾ എന്താ എത്തിക്സും മോറൽ സ്റ്റാൻഡേർഡ്സും ഒക്കെ ഫോളോ ചെയ്തിട്ട് ചെയ്യാവൂ. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കോഡ് ഓഫ് കണ്ടക്ട്, പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു സോഷ്യൽ ഗ്രൂപ്പ്, പ്രൊവൈഡ് ബേസിക് ഫ്രെയിംവർക്ക്, നീഡ് വില്ലിംഗ് അക്സെപ്റ്റൻസ്, എഡ്യൂക്കേഷൻ ഗൈഡൻസ്, നോട്ട് ഗെയിൻ ഫോർ പ്രോഫിറ്റ് മേക്കിംഗ്, നോട്ട് അഗെയിൻസ്റ്റ് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ്. അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബി ട്രൂത്ത്ഫുൾ, സത്യസന്ധനായിരിക്കണം. ബി കീപ്പ് ഓപ്പൺ മൈൻഡ്, ഉള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയണം. മീറ്റ് ഒബ്ലിഗേഷൻസ് ഫേസ് ചെയ്യണം. ഹാവ് ക്ലിയർ ഡോക്യുമെൻറ്റ്സ്, എല്ലാം പ്രോപ്പറായിട്ട് കയ്യിൽ കാണണം. ബിക്കം കമ്മ്യൂണിറ്റി ഇൻവോൾവ്ഡ്, കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ആളായിരിക്കണം. മെയിൻറ്റെയിൻ അക്കോർഡിംഗ് കൺട്രോൾ, ബി റെസ്പെക്ട്ഫുൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത്, എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിൻ്റെ അഡ്വാൻറ്റേജസ്? അതായത് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്തുണ്ടായിരിക്കും നമ്മുടെ ബിസിനസ്സിന് വരും. ഓക്കെ, നമ്മൾ എത്തിക്സ് ബിസിനസ്സിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഗുഡ് വിൽ ഓഫ് ദ ഫെയിം ഹൈക്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് റെസ്പോൺസ് ടുവേഴ്സ് എത്തിക്കൽ ഇഷ്യൂസ്. എത്തിക്കൽ ഇഷ്യൂസിനോടുള്ള നമ്മുടെ റിയാക്ഷൻസും കാര്യങ്ങളും അനുസരിച്ച് നമ്മുടെ ഗുഡ് വിൽ ഇൻക്രീസ് ആവും, നമ്മുടെ മാർക്കറ്റ് വാല്യൂ കൂടും. പബ്ലിസിറ്റി ഡ്യൂ ടു വെൽ ആൻഡ് എത്തിക്കൽ പെർഫോമൻസ്, അതായത് നല്ല എത്തിക്കൽ പെർഫോമൻസ് കൊണ്ട് പബ്ലിസിറ്റി കൂടും. അക്സെപ്റ്റൻസ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദ കമ്പനി ബൈ പബ്ലിക്, അതായത് കമ്പനിയുടെ പ്രോഡക്റ്റ് പബ്ലിക് എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓവറോൾ ഗ്രോത്ത് ഓഫ് സൊസൈറ്റി വളരും. വാല്യൂ ഇൻ്റഗ്രേഷൻ വിത്ത് ക്വാളിറ്റി ആൻഡ് സ്ട്രാറ്റജി, അതായത് വാല്യൂ ഒരുപാട് കൂടും നമ്മുടെ ക്വാളിറ്റിയും സ്ട്രാറ്റജിയും ഉപയോഗിച്ചിട്ട്.
പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്നുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് മീൻസ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് യൂസ് ആൻഡ് മാനേജ് യുവർ ഓൺ ഇമോഷൻസ് ഇൻ പോസിറ്റീവ് വേസ് ടു റിലീവ്. അതായത് എന്താണ്, നമ്മൾ മനസ്സിലാക്കണം, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് യൂസ് ആൻഡ് മാനേജ്, നമ്മുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് ഉപയോഗിച്ച് നമ്മളതിനെ മാനേജ് ചെയ്യണം. എന്തിനാണ്? നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും എല്ലാവരോടും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നെന്താ എന്ത് ചാലഞ്ചസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഓവർകം ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോടാ? നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യണം. നമ്മുടെ എബിലിറ്റിയാണത്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഹെൽപ്സ് ടു ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് സക്സീഡ് അറ്റ് സ്കൂൾ. അതായത് നമ്മുടെ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് സഹായിക്കുന്നുണ്ട്. സ്കൂളിൽ പാസ്സാവാൻ, രക്ഷപ്പെടാൻ, അതേപോലെ തന്നെ വർക്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, പിന്നെ കരിയറിലും പേഴ്സണൽ ഗോൾസ് ഒരുപാട് നേടാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് കോമൺലി ഡിഫൈൻഡ് ബൈ 4 ആട്രിബ്യൂട്ട്സ്. 4 ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? സെൽഫ് മാനേജ്മെൻറ്റ്, സെൽഫ് അവയർനെസ്, സോഷ്യൽ അവയർനെസ്, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന്, വർക്കിലെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. എന്താണ് എങ്ങനെ അഫക്റ്റ് ചെയ്യും? ക്യാൻ ഹെൽപ്പ് ടു നാവിഗേറ്റ് സോഷ്യൽ കോംപ്ലക്സിറ്റീസ് ഓഫ് ദ വർക്ക് പ്ലേസ്, ലീഡ് ആൻഡ് മോട്ടിവേറ്റ് അതേഴ്സ് ആൻഡ് എക്സൽ ഇൻ കരിയർ. അതായത് എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് വളർച്ചയ്ക്ക് അത് സഹായകരമാകും. ഫിസിക്കൽ ഹെൽത്ത്, ഇഫ് ദ പീപ്പിൾ ആർ അണേബിൾ ടു മാനേജ് ഇമോഷൻസ് ദിസ് ക്യാൻ ലീഡ് ടു സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ്. അഥവാ എന്താണ്, പീപ്പിൾസിന് ഇമോഷൻസ് അല്ല, ഇമോഷൻസ് എന്ത് വന്നു, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തായിരിക്കും? ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അൺകൺട്രോളബിൾ സ്ട്രെസ് റൈസസ് ബ്ലഡ് പ്രഷർ. അതായത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ബ്ലഡ് പ്രഷർ കൂടും, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും, ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് അവർ മരിച്ചു പോകുന്നതൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ്? വർക്ക് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും, ഫിസിക്കൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും, അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും, പിന്നെ എന്തിനെ അഫക്റ്റ് ചെയ്യും? നമ്മുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബിസിനസ് എത്തിക്സിലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് വായിച്ചുകൊണ്ട് പോവുക, കാരണം അത്യാവശ്യം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ്. പിന്നെ നമുക്കുള്ള പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ